കഴുകൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു പ്രത്യേകതയുണ്ട്. അത് തളർന്നുവെന്ന് തോന്നുമ്പോൾ അതിൻ്റെ കീഴെ പറക്കുന്നവനായ ഒരു ദൈവം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു പ്രാവശ്യം എടുത്തു പറഞ്ഞു, ഈ ആഴ്ചയിൽ പല പ്രാവശ്യമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ പല പ്രാവശ്യങ്ങൾ ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. നാം വീഴുന്നതിനേക്കാൾ വേഗത്തിലാണ് കർത്താവ് തള്ളക്കഴുകൻ അതിൻ്റെ കീഴെ പറക്കുന്നത്. ഞാൻ തറയിലാകത്തില്ല, ഞാൻ നിലത്ത് മുട്ടത്തില്ല, അതിന് മുന്നമേ താണുവരുന്ന ഒരുവനുണ്ട്. എന്നെ പൊക്കി ഉയർത്തുന്ന സ്പീഡ് എൻ്റെ വീഴ്ചയുടെ സ്പീഡിനേക്കാൾ വലുതാണ്. നിങ്ങൾ തളർന്നു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കഴുകൻ്റെ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് വേണ്ടി തള്ളക്കഴുകൻ അതിൻ്റെ കീഴെ പറക്കും. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതിന് വേണ്ടി ഒരു പ്രവചനത്തിൻ്റെ വാചകമാകാം, ഒരു വെളിപ്പാടിൻ്റെ അംശമാകാം ഒരാൾ വിളിച്ചു പറഞ്ഞാൽ മതി. ഒരു നല്ല പാട്ട് കേട്ടാൽ ആത്മീക ഉന്മേഷം ഉളവാക്കുന്ന ഒരു നല്ല പാട്ട്. ഞാൻ ട്യൂണല്ല പറഞ്ഞത്, ടോണല്ല പറഞ്ഞത്, അതിൻ്റെ മ്യൂസിക് അല്ല ഞാൻ പറഞ്ഞത്. പകരം എന്നോട് ഇടപെടുന്ന ഒരു ദൈവശബ്ദം എൻ്റെ അകത്ത് കേട്ടാൽ അതൊരു പ്രസംഗത്തിൻ്റെ വാചകങ്ങളിൽ നിന്നാകാം, തിരുവചനം വായിക്കുന്ന ഭാഗത്തു നിന്നാകാം, ഒരു പാട്ടിൽ നിന്നാകാം. എന്നോട് ഇടപെട്ടാൽ ഞാൻ പെട്ടെന്ന് ഉണരുന്ന് എഴുന്നേൽക്കാറുണ്ട്. ഒരു പ്രവചനം കേട്ടാൽ ഞാൻ ഓടും. പ്രവാചകന്മാരോട് ദൈവം പറഞ്ഞു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ, ഓട്ടക്കാരൻ കേട്ടാൽ ഓടത്തക്കവണ്ണം നിൻ്റെ ദർശനങ്ങൾ വ്യക്തമായി വരയ്ക്കുക എന്നും മറ്റും പഴയ നിയമത്തിൽ പറയുന്നതായി കാണാം. ചായം തേച്ച് വരയ്ക്കുന്ന ആ ദർശനങ്ങൾ കണ്ടുകൊണ്ട് ഓട്ടക്കാരൻ ഓടും. അതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞായിരുന്നു, കഴുകൻ കുഞ്ഞിന് പറക്കുന്നത് കണ്ടാൽ പറക്കുവാൻ തോന്നും, പക്ഷെങ്കിൽ ചിക്കൻ കുഞ്ഞിന് അങ്ങനെ ഒരിക്കലും തോന്നത്തില്ല. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ദൈവിക സ്വഭാവത്തോട് അനുരൂപരാകയാൽ ദൈവിക ശബ്ദം കേട്ടാൽ തിരിച്ചറിയുവാൻ കഴിയും. അങ്ങനെ നമുക്ക് ഓടുവാൻ കഴിയും. പഴയ നിയമസഭയിൽ നിന്ന് ഉദാഹരണമായി ഞാൻ ആദ്യം എടുത്തത് മോശയുടെ മരണവും അതിനോട് ചേർന്ന് നേതൃത്വത്തിൻ്റെ മാറ്റവുമാണ്. നേതൃത്വം മാറുന്നതോടുകൂടെ ഒരു നിരാശ പലർക്കും സംഭവിക്കാറുണ്ട്. മുൻപിൽ നിന്ന് പ്രധാന നേതാവ് മരിക്കുമ്പോൾ തുടർന്നാര് എന്നൊരു ചോദ്യം ഭൂമിയിൽ ഉയരാറുണ്ട്. ഇന്ത്യയിൽ നേതൃസ്ഥാനത്ത് നിന്നിരുന്ന പല മഹാന്മാരുടെ മരണത്തെ തുടർന്ന് ഭാരതം ഇനിയും ആർ നയിക്കും എന്നൊരു ചോദ്യം അനേകരുടെയും മനസ്സിൽ നിന്ന് ഉയർന്നെങ്കിലും ഭരിപ്പാൻ കൊള്ളാവുന്ന, നയിപ്പാൻ കൊള്ളാവുന്ന മറ്റു ഭരണാധികാരികളെ ദൈവം എഴുന്നേൽപ്പിച്ചു. സഭകളിലും ഇതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെ മാറ്റത്തിൽ വലിയ പ്രയാസങ്ങൾ ആളുകൾക്ക് ഫീൽ ചെയ്യുമെങ്കിലും മോശയുടെ കാലത്ത് ഫീൽ ചെയ്തതുപോലെ ദൈവം അടുത്ത നേതാവിനെ എഴുന്നേൽപ്പിച്ചു. യോശുവയെ ദൈവം എഴുന്നേൽപ്പിച്ചു വെച്ച് പറഞ്ഞു, യോശുവ, നീ പോകുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ കാണും. എൻ്റെ സാന്നിധ്യം വിട്ട് നീ എങ്ങും പോകരുത്. മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. ഇവിടെ ഞാനൊരു ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ കൂട്ടിച്ചേർത്തായിരുന്നു. പല പ്രാവശ്യം വീണ്ടും അത് ചിന്തിക്കുവാൻ കർത്താവ് കൃപ തന്നി. അനേകർ നമ്മോട് ചേർന്ന് നടക്കുന്നവരുണ്ട്, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ കൂടി വരുന്നവർ, ഞാൻ നേതൃത്വത്തെക്കുറിച്ച് തൊട്ടു തുടങ്ങി. മോശ എന്ന നേതാവിനെ ദൈവം തൽക്കാലത്തേക്ക് മാറ്റിയെങ്കിലും യോശുവ എന്ന നേതാവിനെ റീപ്ലേസ് ചെയ്തു. മോശയ്ക്ക് പകരമായി ഒരു നേതാവിനെ റീപ്ലേസ് ചെയ്തു. കേവലം നേതൃത്വം മാത്രമല്ല നമുക്ക് നഷ്ടപ്പെടുന്നത്, അസോസിയേറ്റ്സ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. നമ്മോട് ചേർന്ന് സഹകരിച്ചവർ നഷ്ടപ്പെടുമ്പോൾ അതിന് പകരം സഹകാരികളെ ദൈവം എടുക്കും. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഒരു പദം ഓർമ്മിച്ചത്. ചിലർ ഒരു സീസണിലേക്ക് മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്. വേറെ ചിലർ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, അവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഫോർ എ റീസൺ നമ്മോടുകൂടെ നിൽക്കുന്നവരുണ്ട്. സം ഫോർ എ സീസൺ ആൻഡ് സം ഫോർ എ റീസൺ. പക്ഷെങ്കിൽ ഫെയ്ത്ത്ഫുള്ളായുള്ള ആളുകൾ അവർ സദാകാലം നമ്മുടെ കൂടെ കാണും. അൺഫെയ്ത്ത്ഫുള്ളായ ഒരാളുകൾ പോയാൽ, ഞാൻ ഓർക്കുന്നുണ്ട് 2007 ഏറെക്കുറെ 3000-ഓളം ആളുകൾ ഒറ്റ ദിവസം സഭ വിട്ടുപോയ ചരിത്രം എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നാകെ 12,000-ഓളം ആളുകൾ ഉണ്ടായിരുന്ന നമ്മിൽ നിന്ന് 3000 പേർ ഒറ്റ ദിവസം കൊണ്ട് പോകുമ്പോൾ, അതും വൻ തുകകളൊക്കെ പ്രതിഫലമായി വാങ്ങിക്കൊണ്ടാണ് ചിലരൊക്കെ പോയത്. ചില നേതാക്കന്മാർ പോയത്, അവരുടെ കീഴിലുള്ളവരെ പിരിച്ചുകൊണ്ടുപോയത്. ഇതൊക്കെ ലോകത്തിൻ്റെ പതിവാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന MLAയും MP-യും 10 കോടിയോ 100 കോടിയോ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് നേരെ അങ്ങ് മാറുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ചിന്തകൾ തകർന്നു വീഴുകയും, ഞങ്ങൾ ഉദ്ദേശിച്ചവരല്ലല്ലോ ഭരണത്തിലെന്ന് പാവം കളിപ്പിക്കപ്പെട്ട ജനം വിഷാദിക്കുകയും ചെയ്യും. നേതൃസ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നവർ വൻ തുക കാണുമ്പോൾ അതിൻ്റെ പുറകെ ഓടിപ്പോകുന്നത് കൊണ്ട് ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ, അസോസിയേറ്റ്സ് നഷ്ടമാകുമ്പോൾ, 2007 നേരിട്ട അനുഭവങ്ങളിൽ ഒന്നാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത് എന്ന് മാത്രം. അസോസിയേറ്റ്സ് മാറിപ്പോയി എന്ന് കാണുമ്പോൾ ദൈവത്തിന് ഓർമ്മിപ്പിക്കാനുള്ളത്, വെൻ ദേ അൺഫെയ്ത്ത്ഫുൾ ലീവ് യു, അവിശ്വസ്തർ നിങ്ങൾ വിട്ടുപോകുമ്പോൾ വിശ്വസ്തന്മാർ നിങ്ങളോടുകൂടെ ചേർന്ന് വരത്തക്കവണ്ണം ചേർത്ത് പണിയുന്നവനായ ഒരു ദൈവം. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ചില വിശ്വസ്തതയില്ലാത്തവർ വ്യക്തിജീവിതങ്ങളെ വിട്ടുപോകുന്ന ചരിത്രത്തെക്കുറിച്ച് ഈ ആഴ്ചയിൽ പരിശുദ്ധാത്മാവെന്നെ ഓർമ്മിപ്പിച്ചു. വിശ്വസ്തതയില്ലാത്ത ചിലർ നിങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുപോകുമ്പോൾ വിശ്വസ്തതയുള്ള വേറൊരു വിഭാഗത്തെ കൂട്ടിവരുത്തുവാൻ സ്വർഗസ്ഥനായ ദൈവം
ശക്തനാണെന്ന് അറിഞ്ഞ് കർത്താവെ, നേതൃത്വ മാറ്റത്തിലും അസോസിയേഷൻസിൻ്റെ മാറ്റത്തിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്ന് നമുക്ക് ദൈവത്തോട് പറയുവാനുണ്ട്. അപ്രകാരം ദൈവസന്നിധിയിൽ നടക്കുവാനുണ്ട്. ഇത് മുഴുവനും കഴിഞ്ഞ ആഴ്ച എടുത്തതിൻ്റെ റിവിഷൻ മാത്രമാണ്. ചിലയിടത്ത് മാത്രം എംഫസൈസ് ചെയ്ത് ഞാനത് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. 2, നമ്മുടെ പ്രൊവിഷൻ തൽക്കാലത്തേക്ക് നിന്നു പോകുമ്പോൾ ഇസ്രയേൽ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവർക്ക് മന്ന ഉണ്ടായിരുന്നു. എന്നും രാവിലെ നേരം വെളുക്കുമ്പോൾ ഇറങ്ങി വന്ന് മന്ന പെറുക്കിയെടുത്താൽ മതി, അതിൽ കവിഞ്ഞു ഒന്നും വേണ്ട. നല്ല നല്ല സന്ദേശങ്ങൾ ലഭിച്ചിരുന്ന നല്ല നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കർത്താവ് മുൻപോട്ട് നയിച്ചു. പക്ഷേ എന്നും നല്ല സന്ദേശങ്ങൾ ലഭിച്ചും മന്ന ഭക്ഷിച്ചും മാത്രം പോയാൽ പോരാ. എൻ്റെ വിളി, ദൈവികമായ എന്നെക്കുറിച്ചുള്ള നിർണയം അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല. ഞാനിവിടെ 1 മിനിറ്റൂടെ എക്സ്ട്രാ എടുത്തോട്ടെ. മന്ന ഭക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് ദൈവം നമുക്ക് തരും. ഒരുപാട് സഭകളിൽ സാക്ഷ്യം എന്ന ഒരു കർമ്മമുണ്ട്. സഭകളിൽ പരസ്യമായി സാക്ഷ്യം പറയുവാൻ ആളുകൾക്ക് അവസരം കൊടുക്കും. അത് നല്ലതെന്നോ തീയതെന്നോ അല്ല. അപ്രകാരം സാക്ഷ്യം പറയുന്ന ഇടങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്ന്, അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് തന്ന് നടത്തുന്ന ദൈവം. അതിനെ വോക്ക് ത്രൂ എന്ന് വിളിക്കും. ഇന്നേക്ക് ആവശ്യമുള്ളത് ഇന്ന് വരും. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ ദൈവം. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരിക്കൽ എന്നോട് ഇങ്ങനെ ഇടപെട്ടു: അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് തന്ന് നടത്തുവാനല്ല, കവിഞ്ഞൊഴുകുന്ന അളവിലേക്ക് നിങ്ങളെ നയിക്കേണ്ടതിന് വേണ്ടി, പാലും തേനും ഒഴുകുന്ന ഇടത്തേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി. ഈ മന്ന പെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം പാലും തേനും ഒഴുകുകയില്ല. ഈ മന്ന നിന്നെങ്കിൽ മാത്രമേ പാലിലേക്കും തേനിലേക്കും മാറുകയുള്ളൂ. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവപൈതലുകളെ കുറിച്ച് ദൈവത്തിൻ്റെ താല്പര്യം അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് തരുവാനല്ല, നിന്റെ സമൃദ്ധിയിൽ നിന്ന്, കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിൽ നിന്ന് മറ്റനേകർക്ക് പ്രയോജനപ്പെടേണ്ടതിന് കൊടുക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചവരാണ്. ഞാൻ ഇതൊക്കെ എടുത്തു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളിൽ ഇടപെടുന്നതും ശരീരങ്ങൾ തിരിച്ചറിയുമാറ് ഒരു രോമാഞ്ചത്തിൻ്റെ ശക്തിയോടുകൂടെ കോൾമയിർ കൊള്ളുന്നത് പോലെ പരിശുദ്ധാത്മാവ് വ്യക്തികളോട് ഇടപെടുന്നതുമായ രംഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്: താങ്കളുടെ വിളി അന്നന്നത്തേക്കുള്ളതിന് മാത്രമല്ല, പുസ്തകങ്ങൾ എഴുതി സൂക്ഷിക്കുവാൻ ആലോചനകൾക്ക് ഏറ്റുവാങ്ങിയവർക്കായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. മെസ്സേജുകൾ റെക്കോർഡ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യത്തക്കവണ്ണം, വരും തലമുറകൾക്ക് പ്രയോജനപ്പെടത്തക്കവണ്ണം കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് ദൈവം പലരെയും നടത്തുവാൻ. എൻ്റെ ജീവിതത്തിൽ അന്നന്നത്തേക്ക് ആവശ്യമുള്ള ദൈവിക ആലോചനകൾ തന്ന സമയത്തൊക്കെയും ഞാൻ ദൈവത്തെ സ്തുതിച്ചുവെങ്കിലും കാലത്തിൻ്റെ പോക്കിൽ തലമുറകൾക്ക് ആവശ്യമുള്ളത് പകർന്നു വെക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. പലരും ഇന്നെന്നെ കാണുമ്പം പറയാറുണ്ട്: 50 വർഷങ്ങൾക്ക് മുന്നമേ, 60 വർഷങ്ങൾക്ക് മുന്നമേ, 40 വർഷങ്ങൾക്ക് മുന്നമേ ഇന്ന സ്ഥലത്ത് നീ ചെയ്ത പ്രസംഗത്തിൽ അന്ന് ഉപയോഗിച്ച വാക്യം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ് കവിയുകയാണ്. നിത്യതയിലേക്ക് ഒഴുകി വരുന്ന ഒരു ഉറവായി ആ വാക്യം മാറി. അന്ന് ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്ക് 1000 പേരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിത്യതയിൽ വരെ പൊങ്ങി വരുന്ന ഉറവുകളായി മാറിയെങ്കിൽ എത്രയോ ലക്ഷം പേർക്ക് പ്രയോജനപ്പെടുവാൻ കവിഞ്ഞൊഴുകുന്ന അനുഭവങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ചിലതിനെ കൂടെ സ്വർഗത്തിൽ ദൈവം ഇറക്കി വിടട്ടെ. അത് മന്ന കൊണ്ട് തീരുകയില്ല. അത് മന്ന കൊണ്ട് തീരുകയില്ല. മന്ന അന്നന്നത്തേക്കുള്ള പ്രൊവിഷനാണ്. പക്ഷെ എന്നെ വിളിച്ചത് അന്നന്നത്തേക്കുള്ള പ്രൊവിഷനിലല്ല. അന്നന്നത്തേക്കുള്ള പ്രൊവിഷനിലല്ല. പാലും തേനും ഒഴുകുന്ന കനാനിൽ തലമുറകൾക്ക് ആവശ്യമുള്ളത് കരുതുവാൻ എന്നെ തിരഞ്ഞെടുത്തവനായ ദൈവം വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വരുന്ന തലമുറയിൽ ശുഷ്കിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ, വചനം ദുർലഭമായി വരുന്ന ഒരു സാഹചര്യത്തിൽ, വെളിപ്പാട് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തലമുറയ്ക്ക് കൊടുക്കേണ്ടതിന് ഈ തലമുറയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന അനുഭവങ്ങളിലേക്ക് പലരെയും മാറ്റുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനെ മുദ്രയിടുക. ഹല്ലേലൂയ. നിറഞ്ഞു കവിയുന്ന ചിലത് അടുത്ത ചില തലമുറകളുടെ മേൽ പകരുവാൻ. ഇന്ന് പാടപ്പെടുന്ന പാട്ടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ തലമുറയിൽ ചിലരുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വിത്ത് വീണ് നിറഞ്ഞു കവിഞ്ഞ് അവരുടെ നാവിൽ നിന്ന് ഉച്ചരിച്ച പാട്ടുകൾ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഇന്നിവിടെ വർഷിപ്പ് ടീമിൽ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ തലമുറയിൽ തൻ്റെ വല്യപ്പച്ചനെ ദൈവം ഉപയോഗിച്ചു. തൻ്റെ വായിൽ നിന്ന് വന്ന ചില പദങ്ങൾ വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഇന്നും പലരെയും പ്രചോദിപ്പിക്കുവാൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഇന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉരുത്തിരിക്കുന്ന ചില പദങ്ങൾ അടുത്ത ചില തലമുറകളെ ചൊടിപ്പിക്കുവാൻ, നിരാശയുടെ മണ്ണിൽ ചിലതിൻ്റെ മേൽ വെളിച്ചം പകരുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. നിങ്ങളെ വിളിച്ചത് മന്നാതിന്ന് കഴിയാനല്ല,
പകരം നിങ്ങളെ വിളിച്ചത് കവിഞ്ഞൊഴുകുന്ന അനുഭവങ്ങളിലേക്ക് അനേകരെ നടത്തേണ്ടതിനാണ്. മന്ന അവർക്ക് നിന്നുപോയി. അടുത്തത് സീസൺ ചേഞ്ചിനെ കുറിച്ച് ഞാൻ തൊട്ടു തുടങ്ങി, അവിടെ ഞാൻ നിർത്തി. യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ ദൈവം നിങ്ങളുടെ നടുവിൽ അതിശയങ്ങൾ ചെയ്യും. നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വരാൻ പോകുകയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് തൊട്ടോട്ടെ. വരുന്ന ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇന്നത്തെ പ്രയോഗം നാളത്തെ അനുഗ്രഹത്തിന് പ്രയോജനപ്പെടും. ഇന്നത്തെ തയ്യാറെടുപ്പ് നാളത്തെ അനുഗ്രഹത്തിന് കാരണമാകും. ഇന്ന് വില മുടക്കുന്നത് നാളെ ഏറ്റുവാങ്ങുവാനിടയാകും. മലയാളത്തിൽ കൊച്ചിസ് ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എന്നോ പഠിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്, ഒരുപാട് പേരുടെ ഓർമ്മയിലും എന്നെപ്പോലെ തന്നെ ഉണ്ടായിരിക്കാം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അത് പഴയ മലയാളമായതുകൊണ്ട് പുതുതായി വരുന്ന പട്ടണത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വിശദീകരിക്കാം. സമ്പത്തുള്ള സമയത്ത്, ധാരാളം സമൃദ്ധിയുള്ള സമയത്ത് ഒരു 10 തേങ്ങ കുഴിച്ചു വെച്ചാൽ, സമ്പത്ത് കാലത്ത് 10 വെച്ചാൽ, തേങ്ങ 10 കുഴിച്ചു വെച്ചാൽ, ആപത്ത് കാലത്ത് നാളെ ഇല്ലാത്ത സമയത്ത് തേങ്ങ 10 പറിച്ചു തിന്നാമെന്ന് 10 തിന്നാം. ഇന്നത്തെ പ്രവൃത്തി നാളത്തേക്ക് പ്രയോജനപ്പെടും. ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചനമായി ഇത് പറയട്ടെ. വീണും താണും പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ മെസ്സേജ് തന്നെ എന്തുവാ? സിയോനെ എഴുന്നേക്ക്, നിന്റെ പൊടി കുടഞ്ഞുകളാ, കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചുകളാ. നീ കഴുകനെ കൂടലക്കി കൊണ്ടുപോകുന്നത് പോലെ തമ്പുരൻ കൂടനക്കി കൊണ്ടുപോകുന്നത് ഒരു പകർച്ചയ്ക്ക് വേണ്ടിയാ. അതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വരുന്ന തലമുറകളിൽ ചിലതിനു വേണ്ടി പകർന്നു വയ്ക്കേണ്ടതിന്, നിരാശയുടെ ഈ മണ്ണിൽ നിന്ന് ഒരു ദൈവകൃപയിലേക്ക് മാറേണ്ടതിന്, ഒരാശയങ്ങളുടെ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുവാൻ എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്നു. നാളത്തേതിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും വരുന്ന, നിരാശയുടെ നാളുകൾ വരുന്ന ആ നാളുകൾക്ക് മുൻപേ ചിലതിനെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ, ചിലതിനെ ഒന്ന് ഉയർത്തുവാൻ സ്വർഗം പ്രസാദിക്കുന്നതാകയാൽ ഈ ഉപവാസ പ്രാർത്ഥന ചിലതിൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട സമയമാകട്ടെ. പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു മുൾച്ചെടിയുടെ കീഴിൽ നിന്ന് ഒരു നല്ല ചെടി വളർന്നു വരുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് കൊണ്ട് അതിൻ്റെ ദൃഢതയിലും നിശ്ചയത്തിലും ഞാനത് പറയട്ടെ. ഒരു മുൾച്ചെടിയുടെ കീഴിൽ നിന്ന് ഒരു നല്ല ചെടി കിളർന്നു വരികയാണ്. മുൾച്ചെടി വളർന്നു പാകമായിട്ടില്ല, അത് മൂത്തിട്ടില്ല. അത് മൂത്ത് കഴിഞ്ഞാൽ താഴ്ന്നു വരുന്ന ചെടിക്ക് അതിൻ്റെ മുകളിൽ ഉയരുവാൻ കഴിയുകയില്ല, മുള്ളതിനെ ഞെരിച്ചു കളയും. എന്നാൽ മുൾച്ചെടി പാകമാകുന്നതിന് മുന്നമേ ആ മുള്ളിൻ്റെ ലെവലിൻ്റെ മുകളിൽ ഉയരുന്ന നല്ല ചെടി പോലെ ചിലതിനെ വളർത്തുവാൻ, പീഠകൾ വരുവാൻ പോകുന്ന, ഞെരുക്കങ്ങൾ വരുവാൻ പോകുന്ന, ദുരിതങ്ങൾ വരുവാൻ പോകുന്ന ഒരു ഭാവി കാലത്തിന് മുന്നമേ ചിലതിനെ ഉയർത്തിയെടുക്കുവാൻ ഉറിയ, നമ്മാസി, ഹജാത്തിയ, അൽവജെ, മെടുത്ത, റവാത്തി, സാന്ത, രഗാസിയാര ചില ശക്തികളുടെ നേരെ വിരൽ ചൂണ്ടി കീഴടങ്ങെന്ന് പറയുവാൻ ദേശത്ത് വ്യാപരിച്ച് സഭകളെ ഞെരുക്കുന്ന വ്യാപാരത്തിന്റെ നേരെ നോക്കി യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങെന്ന് പറയുവാൻ ഈ ഉപവാസ പ്രാർത്ഥന ചിലതിനെ ബലപ്പെടുത്തട്ടെ. ഒരു 21 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോകുക. പാസ്റ്റർ, എനിക്ക് അസുഖമുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ അസുഖം എനിക്കുണ്ട്. എനിക്ക് അസൗകര്യമുണ്ട്, നിങ്ങളെക്കാൾ അസൗകര്യം മറ്റിരിക്കുന്നവർക്കുണ്ട്. അതിൻ്റെ ആകത്തൊക്കെ ഒരുമിച്ച് കൂട്ടിയേച്ച് പറയാം, അസൗകര്യമേ നിങ്ങൾ മുഴുവനും കൂടെ ഉയർന്നു വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ഛേദിച്ച് കളയും. മുൾത്തി പോലെ കിളന്നു വരുന്നതിനെ കെടുത്തിക്കളയേണ്ടതിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ഞാൻ അതിനെ ഛേദിച്ചു കളയും. ഈ ദിവസങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. ബഥേൽ പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരുന്ന ആ ആരംഭകാലങ്ങളിൽ ഒന്നിൽ, ഇന്ന് നമ്മൾ പുഷ്ടി പ്രാപിച്ച് കഴിഞ്ഞു, പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരുന്ന ആരംഭകാലങ്ങളിൽ ഒന്നിൽ അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവധി കിട്ടാൻ കഴിയുന്നവർ അവധി എടുക്കുക, ഓഫ് എടുക്കുവാൻ കഴിയുന്നവർ ഓഫ് എടുക്കുക, ഒന്നും വെക്കാത്തവർ ജോലി റിസൈൻ ചെയ്യുക, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരിക. ഇന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒന്ന് തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണുക. ഐ വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഒരു പ്രാവശ്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അവധി കിട്ടുവാൻ സാധ്യതയുള്ളവർ അവധി എടുക്കുക.
കോമ്പൻസേറ്ററി ഓഫ് എടുക്കുവാൻ കഴിയുന്നവർ കോമ്പൻസേറ്ററി ഓഫ് എടുക്കുക. അല്ലാതെ വണ്ണം അവധികൾ എടുക്കുവാൻ എങ്ങനെയെങ്കിലും ലീവ് അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നവർ ചെയ്യുക. തീരെ ഒക്കാതെ വരുന്നവർ ആത്മനിയോഗത്തിൻ്റെ മുമ്പിൽ ജോലി റിസൈൻ ചെയ്തേച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുക. ഇതിനേക്കാൾ നല്ലതൊന്ന് കരുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇപ്രാവശ്യത്തെ ഉപവാസം നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളെ തന്നെ ഇന്ന് ശുദ്ധീകരിപ്പീൻ. നാളെ യഹോവ നിങ്ങളുടെ നടുവിൽ അത്ഭുതം ചെയ്യുവാനുണ്ട്. ഇന്നത്തെ പ്രവർത്തികൾ നാളത്തേക്ക് പ്രയോജനമാണ്. മറുവശത്ത് ഞാൻ ഒരു ആഖാനെ ഓർമ്മിപ്പിക്കട്ടെ. ആഖാനെ, നീ ഇന്ന് ചെയ്തത് നാളത്തെ നിൻ്റെ തലമുറകളുടെ നാശത്തിനാ. ഞാനൊരു ശിംശോനെ ഓർമ്മിപ്പിക്കട്ടെ. ശിംശോനെ, നീ ഇന്ന് ചെയ്തത് നാളെ നിൻ്റെ കണ്ണ് പൊട്ടിക്കേണ്ടതിനാ. ഇന്ന് ചെയ്യുന്ന തിന്മകൾ നാളത്തേക്ക് ദോഷം കൊണ്ടുവരും. ഇന്ന് ചെയ്യുന്ന നന്മകൾ നാളത്തേക്ക് അനുഗ്രഹം കൊണ്ടുവരും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. സീസൺ ചേഞ്ചിന് തയ്യാറാക്. ഹല്ലേലൂയ. നാൾതോറും മന്ന തിന്ന് നടന്നത് പണ്ടൊരു അത്ഭുതമായി തോന്നിയെങ്കിലും ഇന്നതൊരു സാധാരണ സംഭവമായി. എന്നും രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മന്ന ഉണ്ട്. എന്നും രാവിലെ ക്യാമ്പിലേക്ക് ഇറങ്ങിയാൽ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് കോരി കുടിക്കുവാനുണ്ട്. ഇതൊരു സാധാരണമായി മാറിയപ്പോൾ കർത്താവിന് പറയാനുള്ളത്, നിങ്ങൾ നാളെ അത്ഭുതം കാണേണ്ടതിന് ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. പ്രിപ്പയർ ഫോർ എ സീസൺ ചേഞ്ച്. I repeat, prepare for a season change. ഒരു കൂട്ടം പ്രവാചകന്മാർ എഴുന്നേൽക്കുവാൻ, രോഗശാന്തികൾ നിത്യസംഭവമാകുവാൻ വർഷങ്ങൾക്ക് മുൻപേ, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നമേ, എനിക്കൊന്ന് 2004 നമ്മളിവിടെ ഇത് വാങ്ങിക്കുന്നതിന് മുന്നമേ ഇവിടെ ഒരു വടക്കേ ഇന്ത്യക്കാരൻ, ഒരു 24 വയസ്സുള്ള നെൽസൺ നേഗി എന്ന് പറയുന്നൊരു സഹോദരൻ വന്നു. എനിക്കൊന്ന് നേഗി ഇതിനകത്തും ശുശ്രൂഷ ഉണ്ടോ? ഇല്ല. നേഗി വന്ന സമയത്ത് നേഗി പറഞ്ഞൊരു പ്രവചനം ഇന്നും ഫുൾഫിൽ ചെയ്യാതെ കിടപ്പുണ്ട്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ അത് എടുത്തുകൊണ്ട് വരികയാണ്. പച്ചക്കറിയുടെ പൊതുമാർക്കറ്റിൽ, ഈ വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടല്ലോ, പച്ചക്കറിയുടെ ഹോൾസെയിൽ മാർക്കറ്റിൽ പച്ചക്കറി കൊണ്ട് കൂട്ടിയിരിക്കുന്നത് പോലെ ബേഥേലിൻ്റെ അകത്ത് രോഗശാന്തിയുടെ കൂമ്പാരം ഉണ്ടാകും. രോഗശാന്തികൾ നടക്കത്തക്കവണ്ണം അന്നക്കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാക്ക് പോലും വൃഥാ പോയിട്ടില്ല. നെൽസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒന്നാണിത്. പച്ചക്കറിയുടെ ജനറൽ മണ്ടികളിൽ, അദ്ദേഹത്തിൻ്റെ വാക്കതായിരുന്നു, വടക്കേ ഇന്ത്യക്കാരനാ, പച്ചക്കറിയുടെ ജനറൽ മണ്ടികളിൽ പച്ചക്കറി കൊണ്ട് കൂട്ടിയിരിക്കുന്നത് പോലെ ബേഥേലിൽ രോഗശാന്തി ഒരു സാധാരണ സംഭവമായി മാറും. ഈ തൂണുകളുടെ ഒക്കെ ഇടയിൽ നിന്ന് രോഗശാന്തിയുടെ കൃപാവരപ്രാപ്തരായ ഒരു വിഭാഗത്തെ എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടത്ത് നിഴലട്ടുന്ന രോഗികൾ സൗഖ്യമാകുമാറ് ഇപ്രാവശ്യം നിഴലട്ടുന്ന രോഗികൾ സൗഖ്യമാകുന്ന കൃപാവരത്തിൻ്റെ ഒരു വ്യാപാരം ഇതിനകത്ത് വ്യാപരിക്കുവാൻ, അനേകരുടെ മേൽ പിളർന്നിരിക്കുന്ന അഗ്നിജ്വാലകൾ പോലെ അത് വന്ന് പതിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരാഴ്ചയ്ക്ക് മുന്നമേ ഞങ്ങൾ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ആവശ്യപ്പെടുകയാണ്. കൃപാവരങ്ങളുടെ പതിച്ചിൽ ചിലരുടെ മേൽ ഉണ്ടാകട്ടെ. കൃപാവരങ്ങളുടെ വ്യാപാരം. പലയിടങ്ങളിൽ നിന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്കായി വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നാളെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. അതിന് തൊട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മരുഭൂമിയിൽ പെർമിസീവില്ലായി, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന പലതും വാഗ്ദത്ത ഭൂമിയിൽ അരുത് എന്ന് തീർത്തു പറയും. ഇന്ന് എന്നെ കേൾക്കുന്നവരെല്ലാം കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടി, കേവലം ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഹാർവസ്റ്റ് ടെലിവിഷനിലും ഫേസ്ബുക്കിലും പലയിടങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്നവർ എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ഒന്ന് അപേക്ഷിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയും അതിലേക്കാൾ ചില ദിവസങ്ങൾ എക്സ്ട്രായും തപ്പി. എബ്രായർ മിസ്രയീമിലായിരുന്ന കാലത്ത് അവർ യഹോവയാം ദൈവത്തെ വിട്ട് മിസ്രയീമി ദൈവങ്ങളെ നമസ്കരിച്ച ഒരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കാണുകയാണല്ലോ എന്ന് അറിയിക്കണമെന്ന്. എൻ്റെ അറിവ് പൂർണ്ണമാകണമെന്നില്ല, അല്ല. ചരിത്രങ്ങൾ നന്നായി അറിയാവുന്നവരുണ്ട്. വിശ്വസനീയമായ ചരിത്രങ്ങളിൽ നിന്ന് ഇസ്രയേൽ മിസ്രയീമിൽ പാർത്തിരുന്ന കാലത്ത് അവരേതെങ്കിലും അന്യദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നോ? ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഇസ്രയേൽ മരുഭൂമിയിലൂടെ നടന്നിരുന്ന കാലം, നദിക്കക്കരെ പാർത്തിരുന്ന കാലം അവരേതെങ്കിലും അന്യദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നോ? ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഇല്ലതിന് വിപരീതമായി മുട്ടുകുത്തിയിരുന്നു എന്ന സത്യം ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിൽ ഉണ്ടെങ്കിൽ ദയവായി അതെനിക്കും കൂടെ തരണേ, ഷെയർ ചെയ്യണേ എന്ന് ഞാൻ കർത്താവിൽ എല്ലാവരോടുമായി ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവരോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്.
എൻ്റെ അഭിപ്രായപ്രകാരം, കേവലം എൻ്റെ അഭിപ്രായമാണ്, ഒരു വലിയ സമ്മിശ്ര വിഭാഗം ഇസ്രയേലിനോടൊപ്പം പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് അന്യജാതികളിൽ നിന്ന് ഇസ്രയേൽക്കാരെ വിവാഹം കഴിച്ച് അവരുടെ കൂടെ താമസിച്ചവരാണ്. അന്യജാതിക്കാർ ഇസ്രയേൽ മക്കളെ വിവാഹം കഴിച്ച് അവരോടുകൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ദൈവങ്ങളെ വിട്ട് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ സേവിക്കുന്നവരെ മാത്രമേ അനുവദിക്കത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് അവരെ സമ്മിശ്ര ജാതി എന്ന് വിളിക്കുന്നത്? നദിക്ക് അക്കരെ വെച്ച് നിങ്ങൾ സേവിച്ചിട്ടുള്ള ദേവന്മാരെ സേവിക്കണമെങ്കിൽ ഇവിടെ തെരഞ്ഞെടുത്തുകൊള്ളുക. അത് പെർമിസീവായിരുന്നു മരുഭൂമിയിൽ. പക്ഷേ വാഗ്ദത്ത നാട്ടിൽ കയറുകയാണ്, അവിടെ ഇത് വിലപ്പോകത്തില്ല. മിസ്രയീമിൽ നിങ്ങളായിരുന്ന കാലത്ത് സേവിച്ച് അന്യദേവന്മാരെ സേവിക്കണമെങ്കിൽ സേവിച്ചു കൊള്ളുക, തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കട്ടെ. മരുഭൂമിയിൽ അത് പെർമിസീവായിരുന്നു, പക്ഷെങ്കിൽ വാഗ്ദത്ത നാട്ടിൽ അത് പെർമിറ്റഡ് അല്ല എന്ന് കാണിക്കുന്ന വാചകങ്ങൾ തിരുവചനത്തിൽ നിന്ന് വരുന്നുണ്ട്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. എന്താ ഇതിൻ്റെ അർത്ഥം? ഇവരാരെങ്കിലും അന്യദേവന്റെ മുമ്പിൽ മുട്ടുമടക്കിയതാണോ? അല്ല. ജാതികീയ സിസ്റ്റങ്ങളിലും കസ്റ്റങ്ങളിലും വസ്ത്രധാരണത്തിലും ആഭരണഭൂഷാദികളിലും അവർ ജാതികളെ പോലെ ആയിപ്പോയതാണ്. പേരിൽ യഹോവയായ ദൈവത്തെ വിട്ട് വേറൊന്നിനെ നമസ്കരിച്ചതല്ല എന്ന് ഞാൻ കരുതുന്നു. അതിന് മാത്രമേ വേദപുസ്തകത്തിൽ ഞാൻ തെളിവ് കാണുന്നുള്ളൂ. അതിൻ്റെ വെളിയിൽ തെളിവുണ്ടെങ്കിൽ ദയവായി തരണമേ എന്ന് ഞാൻ പരസ്യമായി അപേക്ഷിക്കുകയും കൂടെയാ. നിങ്ങൾ പണ്ട് നമസ്കരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ ചെയ്തിട്ടുള്ള, നിങ്ങൾ വ്യർത്ഥമായി ചെയ്തിട്ടുള്ള പലതും പെർമിസീവായിരുന്നു. വിട്ടുമാറുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യോശുവയുടെ പുസ്തകം 24:15 വാക്യം. സത്യത്തിൽ അതിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യം മുഴുവൻ വായിക്കേണ്ടതാണ്. എനിക്ക് വായിക്കാൻ സമയമില്ല. യഹോവയെ സേവിക്കുന്ന നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ, നിങ്ങൾ പാർത്തിരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പകൽ ശക്തമായും വ്യക്തമായ ഭാഷയിൽ ദൈവജനം വിളിച്ചു പറയട്ടെ, ആരെ സേവിക്കും ഓരോരുത്തർ തെരഞ്ഞെടുക്കട്ടെ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ മാത്രം സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവപ്രമാണത്തിൽ മാത്രം നടക്കും. അതിനകത്തൊരു സിസ്റ്റമില്ല, അതിനകത്ത് വേറൊരു കസ്റ്റമില്ല, അതിനകത്ത് വേറൊരു സമ്പ്രദായമില്ല, അതിനകത്ത് യാതൊരു ഇടപഴകലുമില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവനാണ്. ഞാനും എനിക്കുള്ളതും ദൈവത്തെ മാത്രം സേവിക്കുന്നതാണ്. ഇന്ന് പകല ഉറച്ച തീരുമാനമുള്ള ചില നടും തൂണുകളെ സ്വർഗത്തിലെ ദൈവം ദൈവസഭയ്ക്ക് വേണ്ടി, ആഗോള ദൈവസഭയ്ക്ക് വേണ്ടി, ഭാരതീയ ദൈവസഭയ്ക്ക് വേണ്ടി പണിതെടുക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. 4 മെമ്മോറിയൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. ഇതുവരെ നമ്മളത് തൊട്ടില്ല, അങ്ങോട്ട് കയറാൻ പോകുകയാണ്. ജ്ഞാപകങ്ങളെ സ്ഥാപിക്കേണ്ടതിന് വേണ്ടി യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ദയവായി വായിച്ചാലും. യോശുവയുടെ പുസ്തകം 4:7 ദയവായി വായിച്ചാലും. യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രയേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. ഒരു ജ്ഞാപകം പണിയുന്നതിനെ കുറിച്ച് പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ ഇന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും, അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എഴുതിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പാടുകളിലൂടെ ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ആരംഭത്തിങ്കൽ വേദപുസ്തകം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സിസ്റ്റമാറ്റിക്കായി മനസ്സിരുത്തി ആത്മപൂർണനായി വായിക്കണം എന്ന താല്പര്യത്തോടുകൂടെ വായിക്കുമ്പോൾ ഈ വേദഭാഗങ്ങൾ വായിച്ച് മണിക്കൂറുകൾ ഇരുന്ന് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മണിക്കൂറുകൾ. അതിനകത്ത് കരയാൻ വേണ്ടി ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി സത്യങ്ങൾ വെളിപ്പെടുത്തി തുടങ്ങുമ്പോൾ ആ ദൈവിക വെളിപ്പാടുകളുടെ മുമ്പിൽ കരയുകയല്ലാതെ മാർഗമില്ല. എനിക്ക് തോന്നുന്നത് ആ കരഞ്ഞ ദിവസങ്ങൾ കണക്ക് കൂട്ടിയാൽ പല ദിവസങ്ങൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. യോർദാൻ ശക്തമായി ഒരിടത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യോർദാനെ ഒന്ന് കടക്കുക എന്ന് പറഞ്ഞാൽ ഊക്കുന്ന കാര്യമല്ല. യോർദാൻ്റെ സ്വഭാവം കൊയ്ത്തുകാലത്തൊക്കെയും ഒഴുകുകയാണ്. കൊയ്ത്തുകാലമാകുമ്പോൾ, ഒരു നന്മയുടെ സീസൺ ആകുമ്പോൾ കൂടനക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അന്ന് യോർദാനോട് പറയും, ഒഴുകിക്കോളാൻ പറയും. ഇത് കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം യോശുവയോട് പറയുന്ന, യോശുവ നീ പുരോഹിതന്മാരോട് പറ, നിങ്ങളുടെ കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ട്. ഇന്ന് പകൽ ബേഥേലിലുള്ള യഹോവയുടെ പെട്ടകം വഹിക്കുന്നവരോട് ഞാൻ ഈ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നിങ്ങളുടെ കാൽ യോർദാനിലെ വെള്ളത്തിൽ പതിയുന്നത് വരെ യോർദാൻ്റെ ഒഴുക്ക് നിൽക്കത്തില്ല.
ഐ റിപ്പീറ്റ്, നിങ്ങളുടെ കാൽ യോർദാനിലെ വെള്ളത്തിൽ പതിയുന്നത് വരെ. ഈ ചരിത്രം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ വേഗത്തിൽ പറയട്ടെ. യോർദാനിലെ വെള്ളം കരകവിഞ്ഞൊഴുകുകയാ. ഈ സമയത്താണ് ദൈവം ജനത്തെ അക്കരെ കൊണ്ട് നിർത്തിയേച്ച് പറഞ്ഞു, ഇത് കൊയ്ത്തുകാലമാ, നിങ്ങൾ ഇപ്പോഴക്കരെ കയറണം. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം അനുഭവിപ്പാൻ, നിങ്ങൾ വിതച്ചിട്ടില്ലാത്ത വയലുകളെ നിങ്ങൾ കൊയ്തെടുത്ത് അവിടെ നിന്ന് മലരുണ്ടാക്കി തിന്നുവാൻ ഈ കൊയ്ത്തുകാലത്ത് നിങ്ങൾ അക്കരെ കടന്നേ മതിയാകെയുള്ളൂ. കർത്താവ്, ഈ കൊയ്ത്തുകാലത്ത് അക്കരെ കടക്കാൻ ഒക്കത്തില്ല. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുകയാ. കർത്താവ് പറഞ്ഞു, അതിനാണ് എൻ്റെ പെട്ടകമുള്ള. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നാവിൻ്റെ മേൽ തന്ന ഒരു പദമാണ് ബലത്തിൻ്റെ പെട്ടകം വഹിക്കുന്ന. പ്രൈസ് ദ ലോർഡ്. 10 കൽപ്പനകൾ ഉൾപ്പെടുന്ന ദൈവത്തിൻ്റെ പെട്ടകത്തെ അവർ വിളിച്ചിരുന്ന പേരുകളിൽ ഒന്നാണ് ബലത്തിൻ്റെ പെട്ടകം. ബലത്തിൻ്റെ പെട്ടകം വഹിക്കുന്ന യഹോവയുടെ പുരോഹിതന്മാരുടെ കാല് യോർദാനിലെ വെള്ളത്തിനകത്ത് അവരുടെ കാലിൻ്റെ പൊത്ത മുങ്ങുമ്പോൾ, ഹേ യോർദാനെ, നിന്റെ ഒഴുക്ക് നിൽക്കുകയാണ്, നിനക്ക് അപ്പുറത്തേക്ക് ഒഴുകാൻ പറ്റത്തില്ല. ഭാരതത്തിൽ സാഹചര്യങ്ങൾ ദൈവസഭയ്ക്കെതിരെ വരുമ്പോൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ കാലവിടെ വെച്ചിരിക്കയാൽ അരുത് യോർദാനെ, ഇത് ക്രോസ് ചെയ്യാൻ നിനക്ക് കഴിയുകയില്ല. ഞങ്ങളുടെ കാലിവിടെ വെച്ചിരിക്കയാൽ ഇത് ക്രോസ് ചെയ്യാൻ നിനക്ക് കഴിയുകയില്ല. ഞങ്ങളൊരു ലൈൻ വരയ്ക്കുകയാണ്, ഈ ലൈൻ ക്രോസ് ചെയ്യാൻ നിനക്ക് കഴിയുകയില്ല. അശുദ്ധ വ്യാപാരങ്ങളെ, ദുർവ്യാപാര ശക്തികളെ അപ്പുറത്ത് മാറി നിൽക്ക്. ഒഴുകുന്ന യോർദാനെ, നിന്റെ ഒഴുക്ക് നിൽക്കട്ടെ. പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ യോർദാനിലെ വെള്ളത്തിൽ മുങ്ങി. എൻ്റെ സോക്സ് നനയാതെ എനിക്കൊരു ജനതയെ അക്കരെ കടത്താൻ ഒക്കത്തില്ല. എൻ്റെ കാലിൻ്റെ പൊത്ത നനയാതെ ഒരു ജനതയെ അക്കരെ കടത്താൻ ഒക്കത്തില്ല. ഇന്ന് പകൽ ചിലതിൻ്റെ സോക്സ് നനയത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് വെള്ളം വരത്തില്ല. ഉയർന്നു നിൽക്കുന്ന വെള്ളമേ, ഈ ജനത്തിന് മീതെ പോകുവാൻ നിനക്ക് അനുവാദമില്ല, നിനക്ക് അനുവാദമില്ല. ഉയർന്നു നിൽക്കുന്ന ദുഷ്ടവ്യാപാരമേ, ജനത്തെ മുക്കിക്കളവാൻ നിനക്ക് റൈറ്റ് ഇല്ല. പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ യോർദാനിലെ വെള്ളത്തിലോട്ട് മുങ്ങി. യോർദാൻ അവിടെ നിന്നു. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ദ ബില്ലോസ് മേ ടോസ് ഹൈ, യു ഹാവ് നോ റൈറ്റ് ടു സോളോ ദ സ്മോൾ ഷിപ്പ് ദാറ്റ് ഈസ് ഇൻ ദ വാട്ടർ. ഈ വെള്ളത്തിൽ കിടക്കുന്ന ഒരു കൊച്ചു ബോട്ടിനെ മുക്കുവാൻ തിരമാലകളെ നിനക്ക് റൈറ്റ് ഇല്ല, അവിടെ മാറി നില്ല്. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ അധികാരത്തോടെ ചിലരും കൂടെ വിളിച്ചു പറയുമോ, യോർദാനിലെ വെള്ളമേ, നില്ലവിടെ, നിനക്ക് ഇങ്ങോട്ട് കയറാനൊക്കത്തില്ല. നില്ലവിടെ, നിനക്ക് ഇങ്ങോട്ട് കയറാനൊക്കത്തില്ല. ഇന്ന് നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാരതീയ ശക്തികളോട് ഈ പകൽക്കാലം ഞാൻ ആവശ്യപ്പെടുകയാണ്, കീഴടങ്ങ്, കീഴടങ്ങ്, കീഴടങ്ങ്. നില്ലവിടെ, ജനം അക്കരവാസിയട്ടെ. പെട്ടകം തോളത്ത് വഹിക്കുന്ന പുരോഹിതന്മാർ, അമ്മാന്യ രജോ നമാസിയാര, 6 ലക്ഷം ജനമാണ് ഈ നദിയുടെ അപ്പുറത്ത് നിൽക്കുന്നത്. 6 ലക്ഷം ജനം. 4 പേർക്ക് മാത്രമേ പെട്ടകം വഹിക്കാൻ റൈറ്റ് ഉള്ളൂ. 4 പേർ അവരുടെ തോളുകളിൽ പെട്ടകം വഹിക്കുക. ഈ ഇരിക്കുന്ന ജനത്തതിക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ശ്രദ്ധിക്കുന്ന 10,000-കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇവരെല്ലാവരും ഉണ്ടെങ്കിലും ഇത് മുഴുവനും അക്കരെ കടക്കാൻ നിൽക്കുന്ന ജനമാ. പെട്ടകം വഹിക്കുവാൻ കേവലം 4 പേർക്ക് മാത്രമേ അനുവാദമുള്ളൂ. 4 പേർ ചേർന്ന് പെട്ടകം വഹിച്ചുകൊണ്ട് വരികയാണ്. പെട്ടകം വഹിക്കുന്ന ദൈവ പൈതലേ, കാൽ യോർദാനിൽ മുങ്ങിയപ്പോൾ ഒരു ഉത്തരവ് സ്വർഗത്തിൽ നിന്ന്, നില്ലവിടെ. പച്ചവെള്ളത്തിന്റെ മേൽ നടന്നവൻ, കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ യോർദാന് നേരെ തിരിയുകയാണ്. ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി ഇന്ന് പകൽ നിന്നുകൊണ്ട്, ഹേ യോർദാനെ നിൽക്ക എന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. നിന്റെ ഒഴുക്കവിടെ നിൽക്കട്ടെ. ഈ കൊയ്ത്തുകാലം കളയാതെ, സോ മച്ച്, ഈ കൊയ്ത്തുകാലം കളയാതെ ഞങ്ങൾക്കൊന്ന് കൊയ്യണം. ശത്രു വിതച്ചതാ, അനാവശ്യമായി കയറി വിതച്ചതാ, അത് ഞങ്ങൾക്ക് കൊയ്യാനാ. ആ വിതച്ചത് ഞങ്ങൾ കൊയ്തെടുക്കുന്നത് വരെ വെള്ളം അവിടെ നില്ല. ഓൾ റൈറ്റ്, ഞാൻ മോണിമെന്റിലേക്ക് മാറട്ടെ. ഈ പുരോഹിതന്മാർ പെട്ടകവുമായി യോർദാൻ്റെ നടുവിലേക്ക് ഇറങ്ങി. യോർദാൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും പേടിയുണ്ട് കേട്ടോ. ഒരു വശത്ത് വെള്ളം ചിറ പോലെ നിൽക്കുക. എന്നെ സ്നാനപ്പെടുത്തിയ
IPC ഉണ്ടായിരുന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PM ഫിലിപ്പ് അവർ പറഞ്ഞ ഒരു പദം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നു. ഏത് അണക്കെട്ടിൻ്റെ അടുക്കൽ നമ്മൾ പോയാലും, ഭക്രാനങ്കൽ അണക്കെട്ടാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട അണക്കെട്ട്. ഏത് ശക്തിയേറിയ അണക്കെട്ടിൻ്റെ അടുക്കൽ പോയി നിന്നാലും അണക്കെട്ടിൻ്റെ താഴെ, അണയുടെ താഴെയായി, ആ ഭിത്തിയുടെ താഴെയായി നനഞ്ഞ മണ്ണും ഒഴുകുന്ന വെള്ളവും കാണാം. ഏതണക്കെട്ടും ദേ ആർ പോറസ്. അതിനകത്തൂടെ വെള്ളത്തിൻ്റെ പ്രഷർ ശക്തിയാകുമ്പോൾ അതിനകത്തൂടെ വെള്ളം ലീക്ക് ചെയ്ത് ഇറങ്ങും. ഒരണക്കെട്ടിൻ്റെ ചുറ്റുവട്ടവും സ്ട്രോങ് ആയിട്ടില്ല, അവിടെ എല്ലാം വെള്ളമുണ്ട്. പക്ഷെ ലോക ചരിത്രത്തിൽ അണക്കെട്ടിന് വെള്ളം കെട്ടായി നിൽക്കുന്നതിൻ്റെ നടുവിൽ, നദിയുടെ അകത്ത് കാല് നനയാതെ പോയ, സമുദ്രത്തിൻ്റെ നടുവിൽ കാല് നനയാതെ പോയ ഒറ്റ ജനവിഭാഗമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. അവർ ഉണങ്ങിയ നിലത്തൂടെ പോയെന്ന ഭയങ്കരമാണ്. ഇവിടെ മതിൽക്കെട്ട് നിൽക്കുക, ഇത് മതിൽക്കെട്ടാണെന്ന് സങ്കല്പിക്കൂ. ഇതിൻ്റെ താഴെ ഞാൻ ഇറങ്ങി നിൽക്കുന്ന ഇടത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ഇവിടെയെങ്കിലും നടക്കാനൊക്കത്തില്ല, ബോട്ടിലേ പോകാനൊക്കത്തുള്ളൂ സാധാരണ ലോകത്തിൽ ഏതണക്കെട്ടിൻ്റെ മുമ്പിലും. പക്ഷേ ഇതിലൂടെ ഇവിടെ നടക്കുന്നവർ നടന്നത് ഉണങ്ങിയ നിലത്തൂടാ. ഉണങ്ങിയ നിലം. എന്തുകൊണ്ടാണ് ഈ അണക്കെട്ട്? തമ്പുരാൻ്റെ വാക്ക്. കാറ്റിനെയും ഉഗ്രമായി അടിക്കുന്ന കൊടുങ്കാറ്റിനെയും തൻ്റെ വാക്കുകൊണ്ട് നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ബലമുള്ള നാമത്തിൽ ഉഗ്രമായി അടിക്കുന്ന ഏത് കൊടുങ്കാറ്റിനെയും തൻ്റെ വാക്കുകൊണ്ട് നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ബേഥേൽ പ്രഖ്യാപിക്കുമോ? ഒഴുക്കെ നില്ലവിടെ, ഒഴുക്കെ നില്ലവിടെ. ജനം ഉണങ്ങിയ നിലത്തൂടെ പോകട്ടെ. അത് ചെങ്കടൽ പോലും യോർദാൻ പോലും ജനം ഉണങ്ങിയ നിലത്തൂടെ പോകട്ടെ. വെള്ളം ചിറ പോലെ നിൽക്കുകയാ. വെള്ളം ചിറ പോലെ ഉയർന്നു നിൽക്കുമ്പോൾ ഞാൻ ഈ മെയിൻ ഭിത്തിയുടെ അടുത്ത് നിൽക്കാം. ഇതിൻ്റെ അപ്പുറത്തെല്ലാം വെള്ളമാണ്. ഈ നിൽക്കുന്നത് വെള്ളമാണെന്ന് കരുതുക. യാതൊരു മതിൽക്കെട്ടുമില്ലാതെ വെള്ളം തണ്ട് ഉയർന്നു നിൽക്കുകയാ. ഏത് സെക്കൻഡിൽ ഇങ്ങോട്ട് കവിഞ്ഞൊഴുകുമെന്ന് അറിഞ്ഞുകൂടാ. ഈ ജനം നടന്ന് നദിയുടെ നടുവിലായപ്പോൾ യോശുവ അവർ ഒറ്റക്കൽപ്പന, പുരോഹിതന്മാരെ നില്ലവിടെ. ഓ, ഞാനാണെങ്കിൽ 7 പ്രാവശ്യം ചിന്തിക്കും, ജീവനും കൊണ്ട് ഓടണോ? പെട്ടകം കളയാനൊക്കത്തില്ല, ഇത് തോളയിലിരിക്കുന്നു. ഞാൻ എന്തു വേണം? പുരോഹിതന്മാരവിടെ നിന്നു. 6 ലക്ഷം ജനങ്ങൾ മുഴുവനും കാൽനടയായി അക്കരെ കടന്നു തീരുവോളം പുരോഹിതന്മാരോടെ നിൽക്കുക. ഈ ദിവസങ്ങളിൽ സ്റ്റാൻഡേർഡുള്ള ചിലത് ഇറങ്ങി നിൽക്കുവാൻ തയ്യാറാകുമോ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നദിക്ക് തിരിച്ചൊഴുകാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ സമുദ്രത്തിന് മടങ്ങി വരുവാൻ കഴിയുകയില്ല. ഞാനിവിടെ കാവലാന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് കാവൽ നിൽക്കുവാൻ, ഒഴുക്കുകൾക്ക് കാവൽ നിൽക്കുവാൻ, ചില ഒഴുക്കുകൾക്ക് കാവൽ നിൽക്കുവാൻ, ചിലതിന് പരിധി വെക്കുവാൻ, ചില കൃപാവരങ്ങളുടെ വ്യാപാരം ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ മേൽ ഉണ്ടാകട്ടെ. അധികാരത്തിന്റെ കൈമാറ്റം. പ്രൈസ് ദി ലോർഡ്. ഒരു പദം കൂടെ ചേർത്തോട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ മിക്കവാറും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട അധികാരം ഉള്ളതുകൊണ്ട് ഒരുവൻ പ്രസിദ്ധനല്ല, അധികാരം ഉപയോഗിക്കുന്നവൻ പ്രസിദ്ധനാകും. എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരനം അധികാരമുണ്ട്. എല്ലാ പോലീസ് ഓഫീസേഴ്സിൻ്റെയും പേർ പ്രസിദ്ധമായില്ലെങ്കിലും ചിലരുടെ പേർ പ്രസിദ്ധമാണ്. കാര്യം അവർ അധികാരം ഉപയോഗിച്ചവരാ. പലത് കണ്ട് സാഹചര്യങ്ങളുടെ മുമ്പിൽ കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നവൻ അധികാരം കയ്യിൽ വെച്ച് പൂട്ടിയവനാണെങ്കിലും അവൻ്റെ പേരാരും അറിയാതെ ഇരിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് പ്രവർത്തിച്ചവർക്കായി, അധികാരം ഉപയോഗിച്ചവർക്കായി സ്തോത്രം. ബേഥേൽ ചില അധികാരങ്ങൾ ചിലതിൻ്റെ മേലാകുകയാ. നിങ്ങളുടെ വാ കൊണ്ട് പറയാതെ ചില ഒഴുക്കുകൾ മടങ്ങി വരത്തില്ല. അതുകൊണ്ട് അവർ നടുവിൽ ഇറങ്ങിയതോടുകൂടെ യോശുവ ഒരു പ്രഖ്യാപനം, പുരോഹിതന്മാരെ നില്ലവിടെ, ജനം മുഴുവനും അക്കരെ കടക്കട്ടെ. 6 ലക്ഷം, 1, 2 ഒന്നും അല്ല. നമുക്ക് ദൈവത്തിൻ്റെ കരുണയാൽ 10,000-2,000 ആളുകളായിരിക്കും ഇതിനകത്ത് എല്ലാം കൂടി ഇപ്പോഴിരിക്കുന്നത്. ഇത്രയും പേർക്ക് വെളിയിലിറങ്ങാൻ വലിപ്പമുള്ള വാതിലുകൾ നമുക്കുണ്ട്. എന്നാലും എല്ലാവരും ഇറങ്ങിത്തീരണമെങ്കിൽ 10 മിനിറ്റെങ്കിലും എടുക്കുമോ? 1 ലക്ഷം ആളുകൾ ഉണ്ടെങ്കിലോ? ഈ 2000-ൻ്റെ എത്ര ഇരട്ടിയാ? 1 ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? 6 ലക്ഷം ജനങ്ങൾ അക്കരെ കടന്ന് തീരുന്നത് വരെ ഈ പുരോഹിതന്മാർ അവിടെ നിൽക്കുക. എല്ലാവരും അക്കരെ തീർന്ന് കഴിഞ്ഞിട്ടും പുരോഹിതന്മാർ നിൽക്കുന്നതേ ഉള്ളൂ. അവർക്ക് മൂവ് ചെയ്യാൻ ഓർഡറില്ല. ആ സമയത്താണ് വീണ്ടും യോശുവ പറയുന്നത്, അക്കരെ കടന്ന ജനമേ പ്രമാണികളെ തിരഞ്ഞെടുക്കുക.
ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രമാണി വീതം പ്രമാണികൾ തിരിച്ച് നദിയിലേക്ക് ഇറങ്ങട്ടെ. അവർ യോർദാനിൽ ദൈവം അവർക്ക് വേണ്ടി വെള്ളം വിഭജിച്ച യോർദാനിൽ നിൽക്കുന്ന പുരോഹിതന്മാരുടെ നേരെ മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞു, ഇതിനകത്ത് കിടക്കുന്ന വലിപ്പമുള്ള കല്ലുകൾ പൊക്കിയിട്. ഈ പുരോഹിതന്മാരവിടെ നിൽക്കുക, അവരുടെ ജീവൻ റിസ്കിലാ. ഈ പുരോഹിതന്മാരവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കല്ലുകൾ പൊക്കിയിട്. ആ കല്ലുകൾ ചുമ്മി യോർദാൻ ഇക്കരെ കൊണ്ടുപോവാ. ഇവിടെ നിങ്ങളൊരു മോണിമെന്റ് പണിയുവാൻ. നാളെ ഒരിക്കൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ചോദിക്കും, എന്താണ് ഈ നാട്ടി വെച്ചിരിക്കുന്ന കല്ല്? അവരോട് പറ, ഞങ്ങളെ ദൈവം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം യോർദാൻ പിളർന്നതിൻ്റെ ഓർമ്മയാ മക്കളെ. ഇന്ന് പകൽ മക്കളുമായി ഓർമ്മ പങ്കുവെക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കയാ. നീണ്ട വർഷങ്ങൾക്ക് പുറകിൽ, അങ്ങനെ നീണ്ടെന്ന് പറയാനൊക്കത്തില്ല, എൻ്റെ ആയുസ്സിൽ നടന്ന കാര്യമാണ്. വടക്കേ മലബാറിൽ ഒരു കുഗ്രാമത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നു. ആ കുഗ്രാമത്തിലെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു നല്ല വീടുണ്ട്. അവിടെ ചുറ്റുവട്ടങ്ങളിൽ എങ്ങും അക്കാലത്ത് വീടില്ല, ഇന്ന് വീടുകളുണ്ട്. അക്കാലത്ത് ഒരു നല്ല വീട് അവിടെ ഉണ്ട്. ആ വീട്ടിൽ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ കാണാനായിട്ട് ഞാൻ ചെന്നതാണ്. അവിടെ ചെന്ന് ഒരു ദിവസം വൈകിട്ട് ഞാൻ ആ വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഏറെക്കുറെ 5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുണ്ട്. അവിടുത്തെ മൂത്ത മകളാണ് ഒരു പെൺകുഞ്ഞാണ്. ആ പെൺകുഞ്ഞ് വന്ന് എൻ്റെ മടിയിലിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ചാച്ചാ, ഈ വീടിന് പേരിട്ടിരിക്കുന്നത് കണ്ടോ? എബനേസർ എന്നാണ് ആ വീടിൻ്റെ പേര്. എബനേസർ എന്നാണ് ആ വീടിൻ്റെ പേര്. ആ പെൺകുഞ്ഞിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യ. എബനേസർ എന്ന് എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണെങ്കിലും കുഞ്ഞിന് വായിക്കത്തില്ല. അവളെന്നോട് പറഞ്ഞു, അച്ചാച്ചാ, ആ എഴുതിയിരിക്കുന്നത് എബനേസർ എന്ന്. അവിടെ കൊഞ്ചുന്ന ശബ്ദത്തിൽ പറഞ്ഞ എബനേസർ എന്ന പദമൊന്നും വ്യക്തമല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ വാചകമാണ്, എൻ്റെ പപ്പായുടെ ചെറുപ്പത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, ആഹാരം കഴിക്കുവാൻ ആവശ്യത്തിനില്ലാതെ, സ്കൂളിൽ പോയി എഴുതുവാൻ ഒരു പെന്ന് വാങ്ങിക്കാൻ, ഒരു പെൻസിൽ വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ പപ്പ നടന്ന ഒരു കാലമുണ്ട്. കാലിലിടാൻ ചെരുപ്പില്ലായിരുന്നു, യോഗ്യമായി ധരിക്കാൻ വസ്ത്രമില്ലായിരുന്നു. എൻ്റെ പപ്പായെ ദൈവം അനുഗ്രഹിച്ചു, ഈ കാട്ടുപ്രദേശത്ത് കൊണ്ടുവന്നു. ഇവിടെ ഇതുപോലൊരു മനോഹരമായ വീട് വെക്കുവാൻ എൻ്റെ പപ്പായെ ദൈവം സഹായിച്ചു. അതുകൊണ്ട് എൻ്റെ പപ്പ തിരിഞ്ഞു നോക്കി ഇട്ടിരിക്കുന്ന പേരാണ് എബനേസർ. നമ്മുടെ വല്യപ്പച്ചന്മാരിൽ ഒരാൾ, ഇസ്രായേൽ പ്രഭുക്കന്മാരെ കുറിച്ച് പറയുകയാ, നമ്മുടെ വല്യപ്പച്ചന്മാരിൽ ഒരാൾ ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികളെ ഓർത്തുകൊണ്ട് തനിക്ക് അന്നിട്ട ഒരു പേരാണ് എബനേസർ. എൻ്റെ പപ്പ ആ പേരിട്ടു. ഇന്ന് പകൽ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നവർക്കായി സ്തോത്രം. ഇസ്രായേലേ, എന്തിനാ ഇത്? പഴയ കാലത്തെ ഇല്ലായ്മകൾ എല്ലാവരെയും കേൾക്കാൻ പറയരുത്, മോശമാ. ആർക്കടാ മോശം? ദൈവത്തിനല്ലടാ മോശം, പിശാചിനടാ മോശം. നിന്റെ കൺട്രോളിലായിരുന്ന കാലത്ത് ഇതുപോലെയാടാ ജനത്തെ നടത്തിയത്. ഇന്നെൻ്റെ ദൈവത്തിൻ്റെ കൺട്രോളിലാകയാൽ എൻ്റെ ദൈവം മാറ്റിത്തന്നു. ഇന്ന് പകൽക്കാലം ഈ പൊക്കി എടുത്തുകൊണ്ട് വന്ന കല്ലുകൾ ഇങ്ങോട്ട് നാട്ടിയെ യഹോവയായ ദൈവത്തിന് പറവാനുള്ളത്. നാളെ നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റൊരു ചോദ്യം ചോദിക്കും, എന്താണ് ഈ കല്ല്? പറ, ഇറ്റ്സ് എ മോണിമെന്റ്. ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയാ. ചിലതിൻ്റെ എല്ലാം ഓർമ്മ സ്തംഭങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ ഒത്തിരി വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ. എന്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കണമെന്നറിയാൻ വയ്യാത്തവർ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്, നെയിം ദം വൺ ബൈ വൺ. ദാറ്റ് വിൽ സർപ്രൈസ് യു വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ. പാസ്റ്റർ സിയോ ജേക്കബ് ജീവനോടെ ഉണ്ടായിരുന്ന കാലം ഒരിക്കൽ നമ്മുടെ ചർച്ചിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വീട്ടിലെ കുഞ്ഞുങ്ങളെ വിളിച്ച് അമ്മയും അപ്പനും എപ്പോഴും പറയുമായിരുന്നു ദൈവത്തെ സ്തുതിക്കണമെന്ന്. അപ്പോൾ കുഞ്ഞൊരു ചോദ്യം ചോദിച്ചു, എന്തിനാ ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന്? എന്ത് കാരണത്താൽ ദൈവത്തെ സ്തുതിക്കണം? കാര്യം 6 or 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞാ. എന്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കണം? കാര്യം പറഞ്ഞു കൊടുക്കാൻ അപ്പനും അറിയാൻ വയ്യ, അമ്മയ്ക്കും അറിയാൻ വയ്യ. ഒരു ശകലം കഴിഞ്ഞപ്പോഴാ കുഞ്ഞ് ഓർത്തു, അതിൻ്റെ കയ്യിൽ 3 കളിപ്പാവകളുണ്ട്. അതിലൊരു പാവ എടുത്ത് അടിച്ച കൂട്ടത്തിൽ അതിൻ്റെ കൈ ഒടിഞ്ഞു. വേറൊരു പാവയും കൊണ്ട് ഈ കുഞ്ഞ് വീണ കൂട്ടത്തിൽ അതിൻ്റെ കാലൊടിഞ്ഞു. ആ കയ്യും കാലും ഒടിഞ്ഞ 2 പാവകളെ കയ്യിലോട്ട് എടുത്ത് വെച്ചാൽ കുഞ്ഞ് എന്നാ പറഞ്ഞ, കർത്താവേ, ഈ പാവയും കൊണ്ട് വീണപ്പോഴാണ് അതിൻ്റെ കയ്യും കാലും ഒടിഞ്ഞത്. എൻ്റെ കയ്യും കാലും ഒടിയാതെ സൂക്ഷിച്ചതിനായി സ്തോത്രം. സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവം തയ്യാറായതിനാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്. ഒത്തിരി ഉണ്ട്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്, യു വിൽ സർപ്രൈസ് യു വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കുന്നവർ അടുത്ത തലമുറകൾക്ക് ഇത് കാണേണ്ടതിന് ഒരു മോണിമെൻ്റ് പണിയുമോ? നല്ല സാക്ഷ്യങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്. ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ പറയണമെന്ന് ആഗ്രഹിച്ചു, ഇന്നും നടക്കുകയില്ല.
യു ഫൈറ്റ് യുവർ റൈറ്റ്സ്. എന്നും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ യുദ്ധം ചെയ്യാതെ പിടിച്ചെടുക്കാൻ ഒക്കത്തില്ല. മടി പിടിച്ച് കിടക്കുന്നവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നതല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഞാൻ ഒരു പ്രാവശ്യത്തിൽ കുറയാതെ ഈ ചർച്ചിൽ പറഞ്ഞിട്ടുള്ള ഒരു പഴയ ഉദാഹരണം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സാങ്കല്പിക പട്ടണത്തിൽ, ഇറ്റ്സ് ഓൺലി സാങ്കല്പികം, അതൊരു നടന്നതല്ല. ഒരു സാങ്കല്പിക പട്ടണത്തിൽ ആ മുനിസിപ്പാലിറ്റി അവിടെയുള്ള പല തരത്തിലുള്ള ആളുകൾക്കും ഫസ്റ്റ് പ്രൈസ് കൊടുത്തു, സെക്കൻഡ് പ്രൈസ് കൊടുത്തു, പലതും കണ്ട് ടെസ്റ്റ് നടത്തി. ഒരു ദിവസം അവരെല്ലാം കൂടെ, മുനിസിപ്പൽ അതോറിറ്റീസ് എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, ഈ പട്ടണത്തിലെ ഏറ്റവും മടിയനായ മനുഷ്യനും നമുക്കൊരു സമ്മാനം കൊടുക്കണം. ഏറ്റവും മടിയൻ, അവനും കൊടുക്കണം ഒരു സമ്മാനം. അപ്പോൾ അതുകൊണ്ട് അവർ പരസ്യപ്പെടുത്തി, ഇവിടെയുള്ള മടിയന്മാരെല്ലാവരും വന്ന് പേര് രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും മടിയനായ ആളിന് ഒരു സമ്മാനം തരും. മടിയനുണ്ടോ പേര് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു, അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങി. ഇനി ഇതിലെ മടിയനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അതിനുവേണ്ടി എല്ലാവരും കൂടെ ഇറങ്ങി നടന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഒരു 12 മണിയായപ്പോൾ ഒരുത്തൻ ഒരു ഗ്രൗണ്ടിൽ, മൈതാനത്ത്, ഒരു ഗാർഡനിൽ കിടന്ന് ഉറങ്ങുന്നു. പറഞ്ഞു, എവൻ്റെ അത്രയും മടിയൻ വേറെ കാണുകയില്ല. ഈ വേല് കൊണ്ടിട്ട് ഇവൻ എഴുന്നേക്കുന്നില്ല. ഈ നട്ടുച്ചയുടെ വേല് കൊണ്ടിട്ട് ഈ പുള്ളി മടിയനാണ്, അവൻ അവിടെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ അവരെല്ലാം കൂടി ചെന്ന് വെച്ച് പറഞ്ഞു, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിനക്കൊരു ഭയങ്കര സമ്മാനമുണ്ട്, മുനിസിപ്പാലിറ്റി വരെ വന്ന് സമ്മാനം വാങ്ങിച്ചോളാൻ. അവൻ പറഞ്ഞെന്താ പറയുന്നത്, എന്നെ ഒന്ന് ഉരുട്ടി തിരിച്ചിട്ട് നിങ്ങളുടെ സമ്മാനം എൻ്റെ പുറകിലത്തെ പോക്കറ്റിലേട്ടിട്ടേച്ച് പോക്കോളാൻ. ഞാൻ മടിയനാണ്, എഴുന്നേറ്റ് സമ്മാനം പോലും വാങ്ങത്തില്ല. എന്നെ ഒന്ന് ഉരുട്ടി തിരിച്ചിട്ട് എൻ്റെ ഹിപ്പ് പോക്കറ്റിലോട്ട് നിങ്ങളുടെ കാശ് വിട്ടേച്ച് പോക്കോ, ഞാനിവിടെ കിടക്കുക. മടിയനെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. ചില മോണിമെൻറ്റ്സ് പണിയുന്നവർക്കായി സ്തോത്രം. എന്തോ ആഴത്തിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഈ ത്യാഗപൂർണമായ ദിവസങ്ങളിൽ, ഈ കഷ്ടം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ദൈവമക്കളെ, നാളത്തേക്ക് ചിലത് പണിയുവാൻ ദൈവം നിങ്ങളിൽ ചിലരെ ശക്തീകരിക്കട്ടെ. ദൈവം നിങ്ങളിൽ ചിലരെ ശക്തീകരിക്കട്ടെ. നാളത്തേക്കൊരു മോണിമെൻ്റ് പണിയുവാൻ. നിങ്ങൾ യുദ്ധം ചെയ്യാതെ ഒന്നും പിടിച്ചെടുക്കത്തില്ല. മടിയനെ കൊണ്ട് ഒന്നും ഒക്കത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും മെതിച്ചു കളവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാ. അധികാരം ഉപയോഗിക്കണമെങ്കിൽ എഴുന്നേറ്റ് ചവിട്ടുവാൻ തയ്യാറാകണം. അധികാരം ഉള്ളതുകൊണ്ട് ഒരുവൻ ഫേമസ് ആകയില്ല. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അധികാരം ഉപയോഗിക്കുന്നവനാണ് വിഖ്യാതനാകുന്നത്. ഇന്ന് പകൽ ചിലർ പറയാം, ഞാൻ എൻ്റെ അധികാരം ഉപയോഗിക്കാൻ പോകുകയാ. വരച്ച വരയിൽ കാര്യങ്ങൾ നിർത്തുവാൻ ഏലിയാവ് അധികാരം ഉപയോഗിച്ചതിനാൽ അദ്ദേഹം പ്രസിദ്ധനായി മാറി. യോശുവ അധികാരം ഉപയോഗിച്ചതിനാൽ അദ്ദേഹം പ്രസിദ്ധനായി മാറി. ബെന്നിഹിൻ അധികാരം ഉപയോഗിച്ചതിനാൽ അദ്ദേഹം പ്രസിദ്ധനായി മാറി. അനേക പ്രിയപ്പെട്ടവർ ദൈവം അവരെ ഏൽപ്പിച്ച ദൈവിക അധികാരങ്ങൾ ഉപയോഗിച്ചതിനാൽ പ്രസിദ്ധരായി മാറിയപ്പോൾ അധികാരങ്ങൾ മൗനമായി വെച്ചവനെ ആളുകൾ പിരാകുകയാണ്. എവനൊന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ. കൃപാവരങ്ങൾ പ്രാപിച്ച ദൈവജനം ദൈവത്തിന് വേണ്ടി ഒന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. യാക്കോബിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരു എക്സാമ്പിളിന് വേണ്ടി ചുരുക്കം ചിലത് വായിച്ച് ഞാൻ ഉടനെ ഇരുന്നോളാം. ഇരിക്കേണ്ട സമയം ഏറെക്കുറയായി വരുന്നു. ഉൽപ്പത്തി പുസ്തകം 31 മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ യാക്കോബിനെ ദൈവം കൂടനയ്ക്ക് ചരിത്രം കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം ഇന്ന് വായിക്കുന്നില്ല. 31 മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ, 31ൻ്റെ ആരംഭം മുതൽ 35ൻ്റെ അവസാനം വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ യാക്കോബിൻ്റെ കൂടനയ്ക്ക് യാക്കോബിനെ പുറത്തെടുത്തത് കാണാം. യാക്കോബ് ജനനം കൊണ്ട് ഒന്നാമനാകേണ്ടവനായിരുന്നു, ഒത്തില്ല. ഒരമ്മയുടെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജനിച്ച വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യ സംഭവം. അതിനു മുമ്പേ സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. 2-3 കുഞ്ഞുങ്ങളുണ്ടായ ചരിത്രമുണ്ട്. 4 കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ജനിച്ച ചരിത്രമുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇരട്ടക്കുട്ടികളുടെ ചരിത്രമാണ് യാക്കോബിനും ഏശാവിനും കൂടെ ഉണ്ടാകുന്നത്. ഒരു ദിവസം അവളുടെ അമ്മ ഗർഭിണിയായി. 2 കുഞ്ഞുങ്ങൾ അവളുടെ ഉള്ളിൽ തിക്കി. ആ പദമൊക്കെ പറയണേൽ താമസമാണ്. 2 കുഞ്ഞുങ്ങൾ അവളുടെ ഉള്ളിൽ തിക്കി. അതുവരെ വേദപുസ്തക ചരിത്രത്തിൽ ഓരോ കുഞ്ഞുങ്ങൾക്ക് ജനനം കൊടുത്ത മാതാക്കളെക്കുറിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവളാണെങ്കിൽ ഒത്തിരി കാലം കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം ഗർഭിണിയായപ്പോൾ 2 കുഞ്ഞുങ്ങൾ അവളുടെ ഉള്ളിലായി. 2 കുഞ്ഞുങ്ങളും കൂടെ അമ്മയുടെ അകത്ത് യുദ്ധം തുടങ്ങിയെന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ. തിക്കി എന്നാണ് മലയാളത്തിൽ. അവർ തമ്മിൽ ദേ സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് ഈച്ച് അതർ. അമ്മയുടെ ഉള്ളിൽ യുദ്ധം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ എൻ്റെ ചിന്തയിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി എഴുന്നേറ്റ്, അല്ലെ മോൾ എഴുന്നേറ്റ് അടുത്ത വീട്ടിൽ ചെന്ന് അടുത്ത വീട്ടിലെ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേർ ഇവരുടെ ഉള്ളിലുണ്ടെന്ന് അവൾക്ക് അന്നേരത്തും അറിയത്തില്ല.
ഈ വയറ്റിനകത്ത് യുദ്ധം നടക്കുന്നത് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. അടുത്ത വീട്ടിൽ ചെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? അമ്മച്ചി പറഞ്ഞ് എനിക്ക് 20 പിള്ളേരുണ്ട്. ആ കാലത്തൊക്കെ അങ്ങനെ. അമ്മച്ചി എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുന്നേ വയറിനകത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞു, യുദ്ധോ? അപ്പോൾ നീ എന്നെ പേയാ ഈ പറയുന്നത്, നിനക്ക് പേയാ? അവൾ പറഞ്ഞു, അല്ലമ്മച്ചി എൻ്റെ വയസ്സിൽ യുദ്ധം. ഇറങ്ങടി വീട്ടിൽ നിന്ന്, വട്ട് പറയാൻ ഇങ്ങോട്ടാണോ ഇറങ്ങിയിരിക്കുന്നത്? അവിടുന്ന് ചാടിച്ചു. ഇവൾ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചു, അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? 15. എന്തെങ്കിലും പിള്ളേർ അമ്മച്ചിയുടെ വയറ്റിലായിരുന്ന കാലത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? അവൾ ചോദിച്ചു, യുദ്ധമോ? അയ്യോ നിനക്കെന്തോ ഭൂതമാ, ഇങ്ങനെ ഭൂതമാ, പ്രേതമാ, യുദ്ധമാ, പിശാച എന്നൊക്കെ പറഞ്ഞ് ആളുകളെല്ലാം കൂടെ ഓടിക്കാൻ തുടങ്ങി. ആത്മീയ അനുഭവരുടെ എല്ലാ അനുഭവം അതാ. ഇവൾ ആകപ്പാടെ വിഷമിച്ച് അവസാനം ദൈവസന്നിധിയിൽ ചെന്ന് ആലോചന ചോദിക്കാൻ എഴുന്നേച്ച് പറഞ്ഞ്, കർത്താവേ, എൻ്റെ വയറ്റിൽ എന്നും യുദ്ധമാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാ. കാര്യം ചെല്ലുന്നിടത്തെല്ലാം ഭൂതമാ, പ്രേതമാന്ന് പറഞ്ഞ് ഓടിക്കുക. ബഥേൽ ഇതെല്ലാം ഒത്തിരി സഹിച്ചതാ. ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അന്ന് രാത്രി യഹോവ അവൾക്ക് വെളിപ്പെട്ട് വെച്ച് പറഞ്ഞു, മോളെ, നീ അപ്പുറത്തെ വീട്ടിലെ തള്ളയെപ്പോലെയും ഇപ്പുറത്തെ വീട്ടിലെ തള്ളയെപ്പോലെയും അല്ല. 2 കുഞ്ഞുങ്ങൾ നിൻ്റെ ഉദരത്തിലുണ്ട്. ഇന്ന് വരെ വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിൽ 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ചുണ്ടായ ചരിത്രമില്ല. മോളെ, നിന്റെ ഗർഭത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ 2 കുഞ്ഞുങ്ങളെന്ന് പറയാനൊക്കത്തില്ല. 2 ജാതികൾ നിന്നിൽ നിന്ന് എഴുന്നേൽക്കുക, 2 വംശങ്ങളിൽ നിന്നിൽ നിന്ന് എഴുന്നേൽക്കുക. നീ വാഗ്ദത്തത്തിൻ്റെ കണ്ണിയാ. ബെഥേലൈറ്റ്സ്, വാഗ്ദത്തത്തിൻ്റെ കണ്ണികളെ, നിങ്ങളുടെ മേലും എൻ്റെ മേലും ഒരു വാഗ്ദത്തമുണ്ട്. നിങ്ങൾ വാഗ്ദത്തത്തിൻ്റെ കണ്ണികളാ. 2 ജാതികൾ നിന്റെ ഉള്ളിലുണ്ട്, 2 വംശങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടും. നീ വിഷമിക്കരുത്. ചില നാളുകളിലേക്കുള്ള നിന്റെ പ്രശ്നങ്ങൾ അങ്ങ് മാറും. 2 ജാതികളെ നീ ഒരുമിച്ച് കാണും. 2 വംശങ്ങൾക്ക് നീ ഒരുമിച്ച് ജനനം കൊടുക്കും. 2 കുഞ്ഞുങ്ങളും ജനിച്ചു. ഏശാവ് ആദ്യം പുറത്തു വന്നു, രണ്ടാമത് യാക്കോബ് പുറത്തു വന്നു. അവിടെ ഒരു പിക്കൂലിയർ ചരിത്രം കാണാം. യാക്കോബിൻ്റെ കയ്യ് ഏശാവിൻ്റെ കുതികാലെ പിടിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഞാനിവിടെ പ്രസംഗിച്ചതാണ്, എന്തിനായിരിക്കും ഇവർ തമ്മിൽ യുദ്ധം ചെയ്തത്? എനിക്ക് ആദ്യജാതനാകണം. ഒരമ്മയുടെ ഉള്ളിൽ 2 ഇരട്ടക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും ഒരേ പ്രായമാണ്. 1 മണിക്കൂർ വ്യത്യാസം പോലും തമ്മിലില്ല. 2 പേർക്കും ഒരേ പ്രായമാണ്. ആദ്യം ആരുടെ തല പുറത്തു വരുമോ അവനാണ് ആദ്യജാതൻ. ആദ്യജാതത്വത്തിന് വേണ്ടിയുള്ള പിടിവലി നടക്കുകയാണ് തമ്മിൽ. അകത്ത് ഇതായിരുന്നു അമ്മയുടെ അകത്തെ യുദ്ധം. എനിക്ക് ആദ്യജാതനാകണം, എനിക്ക് ആദ്യജാതനാകണം, എനിക്ക് ആദ്യജാതനാകണം. ബഥേലെങ്ങാനും ഉണ്ടോ എനിക്ക് ആദ്യജാതനാകണം എന്ന് പറയാൻ? ആദ്യം കൃപാവരം പ്രാപിക്കുന്നത് ഞാനായിരിക്കണം, ആദ്യം രോഗശാന്തി കിട്ടുന്നത് എൻ്റെ ദേലായിരിക്കണം, ആദ്യം സംഭവിക്കുന്നത് എന്നിലൂടെ ആയിരിക്കണം, ആദ്യം വരുന്ന വളർച്ച എന്നിലൂടെ ആയിരിക്കണം. 2 പേരും തമ്മിൽ പിടിവാശിയാണ്. അവൻ ആദ്യം പോട്ടെ, ഞാൻ പുറകെ പോകാമെന്ന് വിചാരിക്കുന്നതിന് തമ്പുരാന് കൊള്ളത്തില്ല. ഈ 2ഉം തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഏശാവ് യാക്കോബിൻ്റെ തലയ്ക്ക് ചവിട്ടി പുറത്ത് ചാടാൻ തുടങ്ങുമ്പോൾ യാക്കോബ് പുറകിൽ നിന്ന് പിടിക്കാൻ, നില്ലടാ, ഞാനടാ ആദ്യം വരേണ്ടതെന്ന്. അവൻ യുദ്ധത്തിൽ തോറ്റുപോയി. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന തോറ്റുപോയവരുണ്ടെങ്കിൽ ഈ പ്രാവശ്യം പിടിച്ചോ. അവൻ ആദ്യ യുദ്ധത്തിൽ തോറ്റു. ഒന്ന് തോറ്റത് കൊണ്ട് വിട്ടുകൊടുക്കാൻ യാക്കോബ് തയ്യാറല്ല. എവിടെയും ഞാൻ ജയിക്കും, എവിടെയും ഞാൻ ജയിക്കും. ഒരു ദിവസം ചേട്ടന് പയറുപായുസം കൊടുത്ത്, അല്ലെങ്കിൽ ചുമന്ന പോട്രേജ് കൊടുത്ത് അവൻ ചേട്ടനെ തോൽപ്പിച്ചു. ജ്യേഷ്ഠാവകാശം പിടിച്ചു പറിച്ചു. എടാ, പണ്ട് എനിക്ക് കിട്ടേണ്ടതായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ കിടന്ന 9ഓളം മാസങ്ങൾ, എത്ര മാസമാണ് എനിക്ക് സൂക്ഷ്മം അറിയത്തില്ല, യുദ്ധം ആരംഭിച്ചിട്ട്. അമ്മയുടെ ഉദരത്തിൽ 9 മാസമാണ്. എന്നാൽ എത്ര നാളാണ് യുദ്ധം ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും നാൾ യുദ്ധം ചെയ്ത് ഞാൻ പരാജയപ്പെട്ടതിൻ്റെ പുറകെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വെക്ക് നിൻ്റെ ജ്യേഷ്ഠാവകാശം കൊടുത്തു തീർന്നു. ഇവനത് വാങ്ങി. പക്ഷെ ഒന്ന് പരാജയപ്പെട്ടാൽ തിരിച്ചൊന്ന് ജയിച്ചാൽ ഒക്കത്തില്ല. ഈ കാര്യം ഒന്ന് ഓർത്തോണം എൻ്റെ സഹോദരന്മാർ. 1 പ്രാവശ്യം പരാജയപ്പെട്ടാൽ തിരിച്ചൊന്ന് ജയിച്ചാൽ ഒക്കത്തില്ല. അപ്പനോടൊന്ന് അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പൻ അനുഗ്രഹിച്ചാലും ആയില്ല, പിന്നെ ദൂതൻ ഒന്നുകൂടെ അനുഗ്രഹിച്ചേ മതിയാകെയുള്ളൂ. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പല പ്രാവശ്യം പ്രാപിക്കണം. ഇതിനകത്ത് 1ാമത്തെ പ്രാവശ്യം തോറ്റതിൽ ചിലരെ 1ഓ 2ഓ പ്രാവശ്യം അനുഗ്രഹം പ്രാപിച്ചെങ്കിലും ഇന്ന് രാത്രിയിൽ നിർത്താതെ പിടിക്കുന്നവർക്കായി, ഈ പകൽ നിർത്താതെ പിടിക്കുന്നവർക്കായി സ്തോത്രം. അവൻ ചേട്ടനെ തോപ്പിച്ചു, ജ്യേഷ്ഠാവകാശം വാങ്ങി. അടുത്ത ദിവസം അപ്പനെ തോപ്പിച്ചു, അനുഗ്രഹം അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. 3ാമത്തെ പ്രാവശ്യം ദൂതനെ തോപ്പിച്ചു, അനുഗ്രഹം ദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അന്ന് ഇസ്രായേൽ എന്ന പേര് അവന്റെ മേലുണ്ടായി. അങ്ങനെയുള്ള ചുരുങ്ങിയ വാചകങ്ങളെ നമുക്ക് ഇന്ന് പറ്റത്തുള്ളൂ. അവൻ ഒരിക്കല് അവൻ്റെ കൂടെ അനങ്ങുന്നതായി തോന്നി. ഈ അനുഗ്രഹങ്ങളുടെ നന്മയിൽ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി, അല്ല ജ്യേഷ്ഠാവകാശം വാങ്ങി, അപ്പൻ്റെ അനുഗ്രഹവും വാങ്ങി വെച്ചവൻ പോകുകയാണ്. ആ പോകുന്ന പോക്കിനാണ് അമ്മായിയപ്പൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നതും അവിടെ വസ്തുവകകൾ ഉണ്ടാക്കുന്നതും.
നാളുകൾ ഏറെക്കുറെ 20 വർഷം മാറി. 20 വർഷം കഴിഞ്ഞപ്പോൾ അമ്മായിയപ്പൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ ഒരു സംസാര പേശക്. അളിയന്മാർ പറഞ്ഞു, നമ്മുടെ അപ്പൻ്റെ വക കൊണ്ടാടാ യവൻ മിടുക്കനായി. യാക്കോബിനാണെങ്കിൽ അത് കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഒരൊറ്റ ദൈവവേദന അത് ഇഷ്ടമല്ല. അറിയാവോ, പണ്ടൊരിക്കൽ അബ്രഹാമിൻ്റെ അടുക്കൽ സോദോം രാജാവ് പറഞ്ഞു, വസ്തുവകകൾ മുഴുവനും അബ്രഹാം എടുത്തോ, എനിക്ക് എൻ്റെ ജനത്തെ മാത്രം വിട്ടു തന്നാൽ മതി. അബ്രഹാമിൻ്റെ മറുപടി, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന നാണക്കേട് എൻ്റെ ദൈവത്തിനുണ്ടാകാൻ പാടില്ല. സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന നാണക്കേട്. ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു ചരിത്രം ഉണ്ടായി. ആരോ ഒരാൾ സന്തോഷിനോടൊരു ദൂത് പറഞ്ഞു, ഇന്നത്തെ ജോൺസൺ, ഞാൻ നിന്നെ വളർത്തും. സുനിൽ പാസ്റ്ററോടും ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ വളർത്തും. അപ്പോൾ സുനിൽ പാസ്റ്റർ ഒരു വാചകം പറഞ്ഞു, ഞാൻ തൽക്കാലം സുവിശേഷ വേലയ്ക്ക് പോകുന്നില്ല. എല്ലാത്തിനും അന്ന് എന്നെ പ്രായമുണ്ട്, 7 വയസ്സ് 8 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ തൽക്കാലം സുവിശേഷ വേലയ്ക്ക് പോകുന്നില്ല, അനിയൻ പോട്ടെ, അവൻ്റെ വേല അന്നല്ല ആദ്യത്തെ വിളി. ഞാൻ എവിടെയെങ്കിലും മാന്യമായി ജോലി ചെയ്ത് അപ്പം നടക്കുന്ന പോലെ നടക്കാതെ നല്ല ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ അനിയന് കൊടുത്തേക്കാം, അവൻ അതും കൊണ്ട് സുവിശേഷ വേലയിട്ട്. ഇവന്മാർ പറഞ്ഞതാ. അനിയൻ നേരെ പറഞ്ഞു, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയിട്ട് എനിക്ക് വേണ്ട. ഇന്ന് ഞാനിതൊക്കെ തിരിഞ്ഞോർക്കുന്നു. സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയിട്ട് എനിക്ക് വേണ്ട, എന്നെ സമ്പന്നനാക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ചിലരിതിനകത്തുണ്ടോ പറയാൻ, എനിക്ക് ലോകത്തിൻ്റെ താടിമോടി വേണ്ടടാ, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കണ്ടടാ, എന്നെ സമ്പന്നനാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് അബ്രഹാമിൻ്റെ ദൈവം. അബ്രഹാമിനെ കുറിച്ച് തൻ്റെ ദാസൻ പിന്നത്തേതിൽ പറഞ്ഞു, യഹോവ അവനെ ധാരാളം അനുഗ്രഹിച്ചു, അവൻ ബഹുസമ്പന്നനായി. ഇന്ന് മകൾ ദൈവത്തിങ്കിൽ നിന്ന് സമ്പത്ത് പ്രതീക്ഷിക്കുന്ന ദൈവമേ, ചിലതിനെ ബഹുസമ്പന്നരാക്കുന്ന ദൈവം. യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ നീ വാ, ഞാൻ നിന്നെ നടത്തിക്കോളാം. 20 വർഷം നിനക്ക് പ്രൊവിഷൻ തന്നു, അമ്മായിയപ്പൻ ചെലവിന് തന്നു. 20 വർഷം കൊണ്ട് നിനക്ക് സ്വത്തുക്കളായി, ഭാര്യമാരായി, മക്കളായി, ദാസിദാസന്മാരായി. ഈ വീട്ടിലെ പ്രൊവിഷൻ കഴിയുകയാണ്. നിന്റെ കൂടെ ഇളക്കാൻ പോവാ. കാര്യം നിന്നെ ആക്കിയിരിക്കുന്നത് അമ്മായിയപ്പൻ്റെ വീട്ടിൽ പാർക്കാനല്ല, നിന്നെ ആക്കിയിരിക്കുന്നത് ബേഥേലിൽ പാളയമടിക്കാനാ. നിന്നെ ആക്കിയിരിക്കുന്നത് ബേഥേലിൽ കൂടാരമടിക്കാനാ. ഇന്ന് പകൽ ബേഥേലിൽ കൂടാരമടിക്കുവാൻ, ബേഥേലിൽ കൂടാരമടിച്ചു പാർക്കുവാൻ വിളിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. വല്ലപ്പോഴും എല്ലാം പറയാറുള്ളത് പോലെ ഒന്നുകൂടെ പറയാം, ബേഥേലിലേക്ക് ദൈവം വിളിച്ചവർ ബേഥേലിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ വിജയമ്മ സിസ്റ്ററുടെ കാര്യം, വിജയമ്മ സിസ്റ്റർ ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഓർത്തോർത്ത് പറയാറുണ്ട്. വിജയമ്മ സിസ്റ്റർ ഒരിക്കൽ ഈ ചർച്ച വരാതെ വേറെ കണ്ടുപോയി. വിജയമ്മ സിസ്റ്റർ ഇവിടെ രക്ഷിക്കപ്പെട്ട വന്നിട്ടുണ്ടോ? ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ന് വന്നിട്ടില്ല. ഇല്ല, ഓക്കെ. അനിയത്തി ഇവിടെ ഉണ്ട്. വിജയമ്മ സിസ്റ്റർ അന്നൊരിക്കൽ ദൂരെ കൂടുതൽ കൊണ്ടോ പല കാരണങ്ങളാൽ ഇവിടെ വന്നില്ല, വേറെ ഏതോ ചർച്ചയിൽ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല സ്വീകരണം. അങ്ങനെയാണ് വിജയമ്മ തുടർന്ന് ഇഞ്ഞു പോരാൻ അവർ വിളിച്ചു, ക്ഷണിക്കുകയാണ് ഇൻഡയറക്റ്റ്ലി. പിറ്റേ ഞായറാഴ്ച വിജയമ്മ സിസ്റ്റർ അവിടെ തന്നെ പോയി. ആ 2ാമത്തെ ഞായറാഴ്ച രാത്രിയിൽ ഒരു ദർശനം ദൈവത്തിങ്കിൽ നിന്ന്, വിജയമ്മേ നിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ബേഥേലില്ല. നീ ഭൂമിയിൽ എവിടെ പോയാലും നിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ഉള്ളത് എന്നില്ലേ, നീ ആബ്സെൻ്റാ. നീ കഴിഞ്ഞ 2 ആഴ്ച ആബ്സെൻ്റാ. തിരിച്ചിഞ്ഞു വന്നേച്ചെന്നോട് പറഞ്ഞു, പാസ്റ്ററെ 2 ആഴ്ച ആബ്സെൻ്റായി പോയി, ക്ഷമിക്കണം. ഇന്ന് പകൽ ബേഥേലൈറ്റ്സിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഹാജർ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഹാജർ ഇവിടെ ഉണ്ട്. ഒരുപാടെണ്ണം വഴി വിട്ടുപോയത് എനിക്കറിയാം, ഒരുപാടെണ്ണം തെറ്റിപ്പോയത് എനിക്കറിയാം. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇറങ്ങിപ്പോയവരിൽ അധികം പേര് നന്നായി ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാത്രിയിൽ അറ്റൻഡൻസ് ഉള്ളവരെ ദൈവസന്നിധിയിൽ നിലനിൽക്ക്. കർത്താവ് നമ്മളെ വളർത്തട്ടെ. എനിക്കറിയാം എൻ്റെ അറ്റൻഡൻസ് ഇവിടെ, എൻ്റെ അറ്റൻഡൻസ് ഇവിടെ. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ സെറ്റിലാകാൻ കൃപയാൽ കർത്താവ് പദവി തന്നു. പല രാജ്യങ്ങളിൽ സ്ഥിരമായി താമസിച്ചോളാൻ പറഞ്ഞു. യോഗ്യമായ മാന്യമായ ജോലി കിട്ടി. സൗദി അറേബ്യയിൽ കിട്ടിയ ജോലി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എ ഹ്യൂജ് പാക്കറ്റ് ഓഫ് സാലറി along with every perks that you can imagine are awaiting for you. Come for a nominal interview in the embassy. അന്നാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, പല രാജ്യങ്ങളിൽ നിനക്ക് വേണ്ടി വിലപ്പെട്ട ജോലികൾ ഒരുക്കപ്പെടുമെങ്കിലും എനിക്ക് ബാംഗ്ലൂരിൽ എന്നെ ആവശ്യമുണ്ട്.
വലിപ്പമുള്ള ഒരു സഭ, ഒരു ഉണർവ് ഇവിടെ ആരംഭിക്കുവാൻ, മലയാളം കമ്മ്യൂണിറ്റിയിൽ ചെയ്യുവാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. കൂടെ ചേരേണ്ട ചിലതിനെ കർത്താവ് തന്ന കൃപയ്ക്കായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. തൻ്റെ ലാബാൻ്റെ വീട്ടിലൊരു സംസാരം. യാക്കോബ് ലാബാൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവൻ്റെ മുഖവും പഴയതുപോലെയല്ല. അവൻ തീരുമാനിച്ചു, എൻ്റെ കൂടെ ഇളകി. ഇന്ന് രാത്രി ഇന്ന് പകൽ ആരുടെയും കൂടെ ഇളകുന്നുണ്ടോ? യാക്കോബിന് പിടികിട്ടി, എൻ്റെ കൂടെ ഇളകി. എൻ്റെ കൂടെ ഇളകി എന്ന് സ്വയം ആലോചിച്ചത് കൊണ്ടായില്ല. ആടുകളുടെ ഇടയിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ദിവസങ്ങളിൽ ചിലതിനെ കാണുവാൻ ദൈവദൂതന്മാരടുത്തു വരും. ദർശനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദൂതന്മാർ ഇടപെട്ട് കണ്ടവർ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു. അടുത്ത ചില പടികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ദൈവദൂതന്മാർ ഇടപെട്ട ചിലർ ഇതിനകത്ത് ഇരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്. ഈ 2 ആഴ്ചകളിലായി, ഇന്നു മുതലുള്ള 2 ആഴ്ചകളിൽ ശ്രദ്ധിച്ച് കിടന്നുറങ്ങിക്കോ. പരിശുദ്ധാത്മാവ് ചിലതിനോട് വീണ്ടും ഇടപെടാൻ പോകുകയാണ്. ഞാനിത് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ദൈവാത്മാവ് തങ്ങളുടെ ദർശനങ്ങളിൽ തങ്ങളോട് ഇടപെട്ട് ആലോചന കേട്ട എത്ര പേര് ഇതിനകത്തുണ്ട്? അവരൊന്ന് എഴുന്നേറ്റല്ലേ കാണാനൊക്കത്തുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയായി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, എനിക്ക് ചില ആലോചനകൾ തന്നുവെന്ന് പറയുന്നവർ ഇതിനകത്തുണ്ട് എന്ന് ദൈവാത്മാവ് പറയുന്നു. എത്ര പേരുണ്ടെന്ന് എഴുന്നേറ്റു? ഈ എഴുന്നേറ്റ് നിൽക്കുന്ന സഹോദരി സഹോദരന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുന്നാലും ദൈവാത്മാവ് തുടർന്ന് ഇടപെടാൻ പോകാം. ഇത് ഉപവാസത്തിൻ്റെ ദിവസങ്ങളാ, ഇത് പ്രിപ്പറേഷൻ്റെ ദിവസങ്ങളാണ്. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ യഹോവ അത്ഭുതം ചെയ്യുകയാണ്. ദൈവത്തിന് നിങ്ങളെ ചിലത് ഏൽപ്പിക്കാനുണ്ട്, ചിലത് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടേച്ച് യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, ഞാൻ ബഥേലിൻ്റെ ദൈവമാണ്, നിനക്ക് ഓർമ്മയുണ്ടോടാ? നീ പണ്ടൊരു കൽത്തൂണിനെ അഭിഷേകം ചെയ്ത് വെച്ചേച്ച് പോകുന്ന ബഥേൽ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ നിങ്ങൾ ഒരു ബോർഡ് കാണും ബഥേൽ എന്ന്. തിരിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ വേറൊരു പേര് കാണും. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. പണ്ട് യാക്കോബ് പറഞ്ഞ വാക്കുകളാ. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് സ്വർഗത്തിൻ്റെ വാതിലല്ലാതെ മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ ആലയമാണ്. ഇന്ന് പകൽ ദേവാലയത്തിൽ ഇരിക്കുവാൻ ബഥേലിൽ വന്നുകൂടിയവർക്ക് എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ബഥേലിന്റെ ദർശനം കണ്ടു. എന്നിട്ട് പറഞ്ഞു, ദൂതൻ പറയുക, യാക്കോബേ, നിന്റെ കൂടെ ഇളക്കുകടാ. നിന്നെ വിളിച്ചത് അമ്മായിയപ്പൻ്റെ വീട്ടിൽ താമസിക്കാനല്ല. യുവർ കോൾ ഈസ് ഡിഫറെന്റ്. യുദ്ധം ചെയ്തേ മതിയാകൂ. ആ യുദ്ധം ചെയ്തതിനകത്ത് ത്യാഗപരമായ പലതുമുണ്ട്. ഞാൻ ഇന്നിവിടെ നിർത്തട്ടെ. എന്നെങ്കിലും ദൈവം ഓർപ്പിക്കുന്ന സമയത്ത്, അനുവദിക്കുന്ന സമയത്ത് തുടർന്നെന്ന് വരാം. വാ യാക്കോബേ, എനിക്ക് നിന്നെ പണിതൊരു സാമ്രാജ്യമാക്കാനുണ്ട്. നീ അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയവനാണ്. ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങിച്ചവനാണ്. നീ മനുഷ്യനോട് യുദ്ധം ചെയ്തവനാണ്. നീ കാലെ പിടിച്ച് വലിച്ചതാ, നിന്നില്ല. പക്ഷെ നീ അവനെ പിടിച്ച് നിർത്തിയടാ. നിന്റെ പായുസത്തിന് മുമ്പിൽ പിടിച്ചു നിർത്തി. അപ്പനെ കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിപ്പിച്ചടാ. ഞാൻ നിന്നെ നേരിട്ട് അനുഗ്രഹിക്കും. അങ്ങനെ ദൂതനുമായി മല്ല് പിടിച്ചു. നീ ദൈവത്തോടും മനുഷ്യരോടും യുദ്ധം ചെയ്തു. ജയിച്ചു കഴിഞ്ഞ ഉടനെ ദൂതൻ യാക്കോബിനോട് പറഞ്ഞൊരു പേരുണ്ട്. നിന്റെ പേര് ഇനി മേലാൽ യാക്കോബ് എന്നല്ല, thou shall be called as Israel. ഇസ്രായേൽ എന്നതിനെ വിളിക്കാൻ കാര്യമുണ്ട്. ഞാൻ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാ, ഞാൻ ഇസഹാക്കിന് കൊടുത്ത വാഗ്ദത്തമാ. ഞാൻ നിന്റെ മേൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാ. നിന്റെ തലമുറയ്ക്ക് ഞാൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യും. എൻ്റെ മേൽ തന്ന വാഗ്ദത്തം ഇന്ന് രാത്രി, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എൻ്റെ ആത്മീക സന്തതികൾക്കും, ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ആത്മീക സന്തതികൾക്കും വേണ്ടി ദൈവം കരുതിയതാകയാൽ നിങ്ങളുടെ മേൽ അത് എസ്റ്റാബ്ലിഷ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. ഈ പേരൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുക. ഇന്നു മുതൽ നിന്റെ പേർ യാക്കോബ് എന്നല്ല, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും. കാരണം നീ ജയിച്ചവനാ. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവെന്നാ. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് യുദ്ധം ചെയ്ത് ജയിച്ചതിനാൽ പ്രഭു എന്നർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന് നിനക്ക് പേരാകും. ചില പ്രഭുക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മെസ്സേജ് ഭയങ്കര പ്രോഫറ്റിക്കാ. ചില പ്രഭുക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദൈവത്തോടും മനുഷ്യരോടും യുദ്ധം ചെയ്ത് ജയിക്കത്തക്കവണ്ണം ചില പ്രഭുക്കന്മാരെ ദൈവം ഇതിനകത്തൊന്ന് എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമത്തെ വാഴ്ത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും അരമിനിറ്റത്തേക്കൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അരമിനിറ്റ്. കർത്താവും ദൈവവുമേ, ഈ ദിനത്തെ ഞാൻ ഒരു പ്രാവശ്യം